നമസ്കാരം, കോൺഗ്രസ്സുകാരനിലേക്ക് സ്വാഗതം. ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞെട്ടിപ്പോവും. ഇന്നൊരു കോൺഗ്രസ്സുകാരനല്ല കോൺഗ്രസ്സുകാരനിലുള്ളത്. കോൺഗ്രസ്സുകാരനെ വലിച്ചു കയറി ചുവരി ഒട്ടിക്കുന്ന ഒരാളെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ തന്നെ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഇതുവരെ ഒരു ഡിബേറ്റിൽ പോലും തോൽക്കേണ്ടി വരാത്ത, അല്ല പറഞ്ഞ പോയിൻ്റ് പറഞ്ഞിടത്ത് നിർത്തി ജയിച്ചു വന്നിട്ടുള്ള റെക്കോർഡുള്ള ഒരേ ഒരു പൊളിറ്റിക്കൽ അനലിസ്റ്റ് എന്ന് ഞാൻ പറയും, ശ്രീജിത്ത് പണിക്കർ. താങ്ക് യു. വെൽക്കം ടു കോൺഗ്രസ്സുകാരൻ. താങ്ക് യു. ആദ്യം തന്നെ ഒരു ചോദ്യത്തിൽ തന്നെ തുടങ്ങാം. ശ്രീജിത്തിൻ്റെ മൈൻഡിൽ ആരാണ് കോൺഗ്രസ്സുകാരൻ? ഏത് കാറ്റഗറിയാണ് കോൺഗ്രസ്സുകാരൻ എന്ന് പറയുന്നൊരു ജനത ഉണ്ടോ? ഓക്കെ, അതായത് ഒരു കോൺഗ്രസ്സുകാരനെ നമ്മളെങ്ങനെ ഡിഫൈൻ ചെയ്യും? ഓക്കെ, ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഉടയാത്ത ഖദറിട്ടിരിക്കുന്ന ഒരാളാണ് ഇതുപോലെ കോൺഗ്രസ്സുകാരൻ. അതേപോലെ അപ്പം ദീപു ഒരു കോൺഗ്രസ്സുകാരനാണ്. പക്ഷേ നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു കോൺഗ്രസ്സുകാരനെന്ന് പറയുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായിട്ട് ബന്ധമുള്ള, അപ്പോൾ ഒരു വലിയ നാഷണലിസ്റ്റ് ഫീലിംഗ് ഉള്ള, സെക്യുലർ സ്വഭാവമുള്ള, ഈ രാജ്യം ഒന്നായി നിലനിൽക്കണം എന്ന ആഗ്രഹമുള്ള, എല്ലാവരുടെയും വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കുന്ന അങ്ങനെയുള്ള കുറേ തത്വങ്ങളുണ്ടല്ലോ. ഇന്ന് കോൺഗ്രസ് പാർട്ടിയുടെ ഫൗണ്ടേഷണൽ, അതായത് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയതിനു ശേഷമുള്ള ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് അതാണ്. വിവാദപരമായിട്ടാണെങ്കിലും ഭരണഘടനയിൽ അത് ചേർത്തിട്ടുള്ളത് എങ്കിലും അങ്ങനത്തെ കുറേ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പോൾ ആ പ്രിൻസിപ്പിൾസിനെ ഫർദർ ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് ട്രൂ കോൺഗ്രസ്സുകാരൻ. ഇനി എൻ്റെ ചോദ്യം, എത്ര കോൺഗ്രസ്സുകാരന്മാർ എത്ര ഉണ്ട് ഇവിടെ എന്നുള്ളതാണ്. അല്ല, കോൺഗ്രസ്സുകാരൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഐഡിയോളജി ഒരു ഭയങ്കര എന്താ നമ്മൾ പറയുകയാണെങ്കിൽ ഫ്ലെക്സിബിൾ ഐഡിയോളജിയാണ് അല്ലേ, കാലഘട്ടത്തിനനുസരിച്ച് മാറാൻ പറ്റുന്ന ഒരു ഐഡിയോളജിയാണെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. മാത്രം ഒരു ലെഫ്റ്റ് സെൻറ്റർ പൊളിറ്റിക്സിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സോഷ്യലിസ്റ്റ് മനോഭാവമുള്ള ഒരു ഇതാണ് ശരിക്കും. അപ്പം അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഇനിയൊരു ഫ്യൂച്ചർ, നമ്മൾ ഈ പറയുന്ന ബിഗിനിങ് ഐഡിയോളജിയൊക്കെ കഴിഞ്ഞിട്ട് ഹൗ ഡു യു സീ കോൺഗ്രസിൻ്റെ പ്രസൻസ് ഇൻ ഫ്യൂച്ചർ? കോൺഗ്രസ് ഒരിക്കലും നശിക്കപ്പെടേണ്ടുന്ന ഒരു പാർട്ടിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഇപ്പോൾ BJP ഒരു പൊളിറ്റിക്കൽ സ്ലോഗനായിട്ട് കോൺഗ്രസ് മുക്ത ഭാരത് എന്നവർ പറയുമ്പോൾ അവർക്കത് പറയാനുള്ള പൊളിറ്റിക്കൽ സ്വാതന്ത്ര്യമുണ്ട്. കാരണം അവർ ഇന്നയിടത്ത് ഇന്നയാൾ ജയിച്ചോട്ടെ എന്ന് കരുതിയിട്ടല്ലല്ലോ ഇലക്ഷൻ. അവർ മത്സരിക്കുന്ന സമയത്ത് 543 സീറ്റിലും ജയിക്കാനായിട്ട് അവർ നിൽക്കുന്നു. അപ്പോൾ അവർക്ക് കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളത് പൊളിറ്റിക്കൽ ഐഡിയോളജി ഫൈൻസ് ഓക്കെ. പക്ഷേ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക് പോയില്ല എങ്കിലും സെൻറ്റർ വേണം, ലെഫ്റ്റ് വേണം, റൈറ്റ് വേണം, സെൻറ്റർ ലെഫ്റ്റും സെൻറ്റർ റൈറ്റും വേണം, ബാലൻസ് വേണം. അപ്പോൾ അത് ആൾക്കാർക്ക് എല്ലായ്പ്പോഴും ഒരു ചോയ്സ് വേണമല്ലോ. എല്ലാ തവണയും ഒരാൾ മാത്രം എന്ന രീതിയിലത്തേക്ക്, ഒരു ഐഡിയോളജി മാത്രം എന്ന രീതിയിലത്തേക്ക് നിൽക്കാതെ ആൾക്കാർക്ക് 5 വർഷം കൂടുന്ന സമയത്ത് വേണമെങ്കിൽ ആ ഓപ്ഷൻ മാറ്റാനുള്ള ഒരു ഫ്രീഡം വേണം. അപ്പോൾ ആ ഫ്രീഡം ഓഫ് ചോയ്സ് എന്ന് പറയുന്നതും നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ തന്നെ പെടുന്ന കാര്യമാണ്. അപ്പോൾ അതിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി നല്ല ആശയങ്ങൾ ഇന്നതാണ്, ഇന്ന കാര്യങ്ങളെ ഞങ്ങൾ എതിർക്കുന്നു, അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ഞങ്ങൾ പറയുന്നത് ഇതാണ് എന്നൊക്കെ പറയാനുള്ള ഒരു ഐഡിയോളജി ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു പാൻ ഇന്ത്യ പാർട്ടി ഇന്ത്യയിൽ ഉണ്ടാകണമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ പ്രശ്നം, BJP ഒരു പാൻ ഇന്ത്യ പാർട്ടിയാണ്, കോൺഗ്രസ് ഒരു പാൻ ഇന്ത്യ പാർട്ടിയാണ്. പക്ഷേ BJPക്ക് ഉള്ളത്രത്തോളം സ്വാധീനം പൊളിറ്റിക്കലി നിലവിൽ കോൺഗ്രസിനില്ല. കോൺഗ്രസിന് ഇടയ്ക്ക് പോയിട്ട് ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ക്ലച്ച് പിടിച്ചു വരുന്നു. ഇപ്പോൾ നമ്മൾ കേരളത്തിലെ ഫലം ആൻറ്റിസിപ്പേറ്റ് ചെയ്തൊക്കെ ഇരിക്കുന്നു. ഒരു പോസിറ്റീവ് വേവ് കോൺഗ്രസിനുണ്ടാകുമെന്ന് കരുതപ്പെടുന്നു. അതിനിടയ്ക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ വന്നിരിക്കുന്ന ചേഞ്ച് സത്യത്തിൽ BJP അവിടെ സ്ട്രെങ്തൻഡ് ആയത് കോൺഗ്രസിൻ്റെ അവിടുത്തെ സ്വാധീനം കുറഞ്ഞതുകൊണ്ടാണെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അവിടെ വന്നിരിക്കുന്നത് പ്രാദേശിക പാർട്ടികളാണ്. അപ്പോൾ ഈ പ്രാദേശിക പാർട്ടികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കൂടുതലും 1% പാർട്ടിയാണ്. ഇപ്പോൾ മമതാ ബാനർജിക്ക് അപ്പുറത്തേക്ക് 5 തൃണമൂൽ കോൺഗ്രസ് നേതാക്കന്മാരെ പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പൊളിറ്റിക്കലി അവെയർ ആയിട്ടുള്ള മലയാളികളിൽ എത്ര പേർക്ക് പറയാൻ കഴിയും? ഒന്നാമത്തെ ചോദ്യം. സമാജ്വാദി പാർട്ടി, DMK, ഇനി അതല്ല എങ്കിൽ ആന്ധ്ര, തെലങ്കാന സ്ഥലങ്ങളിലൊക്കെയുള്ള പാർട്ടികളെ പറ്റി, ഇനി ഒഡീഷയിലേക്കൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ BJP ഇല്ല എങ്കിൽ അവിടെ അപ്പുറത്ത് നിൽക്കുന്നത് പലയിടങ്ങളിലും കോൺഗ്രസ് അല്ല. അപ്പോൾ ഈ പ്രാദേശിക പാർട്ടികളുടെ ഒരു വലിയ പ്രശ്നം, അവർക്ക് അവരുടെ ആ സ്റ്റേറ്റ് ബൗണ്ടറിക്കുള്ളിലുള്ള വെൽഫെയറാണ് അവരുടെ പ്രഥമ പരിഗണന. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കോൺഗ്രസ് ഫ്ലേവർ ഉണ്ടല്ലോ, അതായത് നാഷണലിസ്റ്റിക്, സോഷ്യലിസ്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അവർക്ക് നടപ്പാക്കണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ എൻ്റെ സ്റ്റേറ്റിന് നല്ലത് എന്താണ്, എനിക്ക് എല്ലാ കാലവും അവിടെ ഭരണത്തിലിരിക്കാനായിട്ടുള്ള താല്പര്യത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്താണ്, ഇതായിരിക്കും അവർ ചിന്തിക്കുക. അപ്പോൾ ഇവർക്കൊരു പാൻ ഇന്ത്യ ലെവലിലുള്ള ഒരു ഐഡിയോളജി ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ നമുക്ക് ധനത്തിൻ്റെ കാര്യത്തിൽ, കൃഷിയുടെ കാര്യത്തിൽ, ആരോഗ്യത്തിൻ്റെ കാര്യത്തിലൊക്കെയുള്ള നയമുള്ളത് കോൺഗ്രസിനും BJPക്ക് മാത്രമാണ്. അപ്പോൾ മറ്റുള്ളവരുടെ ഈ പൊളിറ്റിക്കൽ ബാർഗെയിനിങ് എന്ന് പറയുന്നത് റീജിയണൽ അടിസ്ഥാനത്തിൽ നടക്കുമ്പോൾ
മറ്റുള്ള പാർട്ടികൾക്കൊക്കെ ഫ്ലെക്സ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഈ പ്രാദേശിക പാർട്ടികളുടെ പൊളിറ്റിക്സ് കൂടിയതോടുകൂടി കോൺഗ്രസിൻ്റെ ഒരു പ്രസക്തി ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ അവിടെ വേണ്ടത് ഇപ്പോൾ ഈ INDIA സഖ്യം എന്നൊക്കെ പറയുന്ന സമയത്ത് അതിലൊരു വലിയേട്ടൻ റോള് കളിക്കാനായിട്ട് കോൺഗ്രസ്സിന് കഴിയുകയും ഒരു അജണ്ടയിലേക്ക് ഒന്നിച്ച് ആൾക്കാരെ കൊണ്ടുവരാനായിട്ട് കഴിയുകയാണെങ്കിലാണ് കോൺഗ്രസ്സിന് ഫ്രൂട്ട്ഫുള്ളായി മാറുക. പക്ഷേ അതേ സമയത്ത് ഈ INDIA സഖ്യമെന്ന് പറയുന്നത് ഒന്നിച്ച് നിൽക്കുമ്പോൾ അതൊരു ഫോർമിഡബിൾ എൻറ്റിറ്റി ആണെന്ന് തോന്നുമെങ്കിലും ഈ സഖ്യം നിലനിൽക്കുന്നിടത്തോളം കാലം കോൺഗ്രസ്സിന് ഈ സ്ഥലങ്ങളിൽ വളരാനുള്ള ഒരു സാധ്യത കുറയുന്നുണ്ട് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് BJP അതിനെ പോസിറ്റീവായിട്ടാണ് അവർ കാണുക. കാരണം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അത് അവരുടെ ഐഡിയോളജിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഫ്യൂച്ചർ ഡിപ്പെൻഡ്സ് ഓൺ വൺ, കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് ആൻഡ് വിഷൻ. സെക്കൻഡ്, കോൺഗ്രസ്സിന് മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇനി എത്രത്തോളം വളരാനായിട്ട് കഴിയും എന്നുള്ളതാണ്. ഒരു 90s ഒരു എൻഡിൽ അല്ലെങ്കിൽ 2000 ഒരു ബിഗിനിങ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന സ്ഥലത്ത് ഇന്ത്യ, അല്ലെങ്കിൽ ഞാനൊരു പൊളിറ്റിക്കൽ ഒബ്സർവൻ്റ് എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വറീഡ് ആയിരുന്നൊരു പോയിന്റ് റിലീജിയസ് ആൻഡ് റീജിയണൽ പൊളിറ്റിക്സ് ആണ്. ഇത് നമ്മളെ ഭയങ്കരമായിട്ട് നമ്മുടെ ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ളൊരു കൾച്ചറിനെ ഭയങ്കരമായിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളെ പിടിച്ച് പിന്നോട്ട് വലിക്കുന്ന ഒരു റീസൺ എനിക്ക് പലപ്പോഴും ഈ റീജിയണൽ റിലീജിയസ് പൊളിറ്റിക്സ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ റീജിയണൽ പൊളിറ്റിക്സിൻ്റെ ഏറ്റവും നല്ലൊരു ഉത്തമ ഉദാഹരണം BJP ആയി മാറുകയും റീജിയണൽ പൊളിറ്റിക്സിൻ്റെ ഉദാഹരണമായതുകൊണ്ട് കോൺഗ്രസ് അവിടെ ഭയങ്കര വീക്കാവുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ലോജിക്കലി ഒരു BJP പൊളിറ്റിക്സിനെക്കാളും ഈ ഡൈവേഴ്സിറ്റി എല്ലാം ഒന്നിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന, ലോജിക്കലി കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ ഒരു ഐഡിയോളജി ഉള്ളൊരു പാർട്ടി കോൺഗ്രസ് തന്നെ അല്ലേ? ഓൺ പേപ്പർ അതാണ്. പക്ഷേ ഗ്രൗണ്ടിലേക്ക്, പ്രാക്ടിക്കൽ റിയാലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് കോൺഗ്രസ്സിന് ഇത് കഴിഞ്ഞില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ഇപ്പം ഞാൻ പറയും, നമ്മൾ രാമക്ഷേത്രം എന്നുള്ള ഒരു വിഷയം, ആ രാമക്ഷേത്രം എന്നുള്ളൊരു വിഷയം അവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ഒരു റീജിയണൽ കാര്യമാണ്. പക്ഷേ അതിനൊരു ഇലക്ഷൻ ക്യാമ്പയിൻ ആക്കുന്ന സമയത്ത് ഒരു പാൻ ഇന്ത്യ സബ്ജക്റ്റ് ആക്കുകയും കേരളത്തിലും തമിഴ്നാട്ടിലും അടക്കമുള്ള ഒരുപക്ഷെ BJP രാഷ്ട്രീയത്തിനോട് വലിയ സ്വീകാര്യത ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോലും ഹിന്ദുക്കളുടെ ഒരു വികാരമാക്കി മാറ്റുന്നതിനും പതിറ്റാണ്ടുകൾ കൊണ്ട് BJPക്ക് സാധിച്ചു. നമ്മളിപ്പോൾ ഗുരുവായൂർ ക്ഷേത്രം, അല്ലെങ്കിൽ ഏറ്റവും അവസാനം നമ്മളുടെ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ വിവാദം വന്നിരിക്കുന്ന ശബരിമല ഇതുവരെ ഒരു പാൻ ഇന്ത്യൻ വിഷയമാക്കിയിട്ടില്ല എന്നാലോചിച്ച് നോക്കാം. അതിപ്പോഴും ഇവിടുത്തെ ഒരു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ മാത്രമുള്ള വിഷയമാണ്. പക്ഷേ BJP മറ്റേ ഒരു വിഷയത്തിനെ എഞ്ചിനീയർ ചെയ്ത രീതി എന്ന് പറയുന്നത് ഇന്ത്യയിൽ എവിടെ പോയി കഴിഞ്ഞാലും രാമക്ഷേത്രം അവിടെ പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് ഒരു ഹിന്ദുവിൻ്റെ സ്വാഭിമാന വിഷയമാണ് എന്ന രീതിയിലത്തേക്കൊരു സംഭവം കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞത് അതിനെ ഒപ്പോസ് ചെയ്യേണ്ടുന്ന ഒരു കാര്യം കോൺഗ്രസ്സിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഫീൽ. കാരണം അവിടെ ഒരു സമവായത്തിന് ശ്രമിക്കുകയോ അവിടെ ഒരു കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാകാതിരിക്കാൻ നോക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു റോൾ എടുക്കാനായിട്ട് കോൺഗ്രസ്സിന് കഴിയുമായിരുന്നു. പക്ഷേ അവിടെ വന്ന വിഷയം എന്താണ്? BJP അതിനെ പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടുവരും തോറും നമ്മൾ പിന്നീട് അതിനെ ഒരു ബാബറി മസ്ജിദ് വിഷയം എന്ന രീതിയിലത്തേക്ക്, അതിനെ പൊളിക്കുന്ന വിഷയം എന്ന രീതിയിലത്തേക്കുള്ള ഒരു BJP പ്രൊപ്പഗണ്ട ഇപ്പുറത്ത് വരികയും കോൺഗ്രസ് അതിൻ്റെ ചാമ്പ്യൻ ആവുകയും ചെയ്തു. അതെ. അപ്പോൾ ഉണ്ടാകുന്നൊരു വിഷയം, നാച്ചുറലി ഹിന്ദുക്കളുടെ ഒരു അലൈൻമെൻറ്റ് BJPക്ക് ഒപ്പമായിട്ട് പോകുന്നുണ്ട്. എൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് കോൺഗ്രസ് നിൽക്കുന്നത് എന്നൊരു ഫീല് ഒരു ആവറേജ് ഹിന്ദുവിന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റി. ഞാൻ കരുതുന്നത് ഒരു പൊളിറ്റിക്കൽ ഒരു മിസ്അലൈൻമെൻറ്റ് അവിടെ എവിടെയോ കോൺഗ്രസിൻ്റെ ഐഡിയോളജിയിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റീജിയണൽ എന്നുള്ള സാധനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, പാർട്ടികൾ പിടിമുറുക്കുന്നതിൻ്റെ കാരണം ശരിക്കും കോൺഗ്രസ് ക്ഷയിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഐഡിയോളജി ഫർദർ ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ ആന്ധ്രാപ്രദേശ് പോലെ കോൺഗ്രസിന് വലിയ സ്ട്രോങ് ഹോൾഡ്, വലിയ റൂട്ട്സ് ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് പ്രാക്ടിക്കലി കോൺഗ്രസിനെ ഇല്ല, ഇലക്ഷന് മത്സരിക്കാൻ ആളില്ല എന്ന രീതിയിലത്തേക്ക് വരുന്നതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് മറ്റ് ഈ പാർട്ടികളെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. കാരണം അവർ വളരുന്നത് അവരുടെ പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്. പക്ഷേ എന്തുകൊണ്ട് ആ ഫുട് ഹോൾഡിനെ കൂടുതൽ സ്ട്രോങ് ആക്കാനായിട്ട് കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല എന്നതുപോലെ ഈ റിലീജിയസ് വിഷയങ്ങളിലും അതിനെ ചാമ്പ്യൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേറൊരാളോട് വരുമ്പോൾ ഈ സെക്യുലർ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ് എന്ന് ഡിഫൈൻ ചെയ്ത് ഞങ്ങൾ ഇന്നതിനാണ് നിൽക്കുന്നത് എന്ന് പറയുന്നതിന് കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ കരുതുന്നത് റിലീജിയസ് ആണെങ്കിലും റീജിയണൽ ആണെങ്കിലും അതിൽ രണ്ടിലും കോൺഗ്രസിൻ്റെ ഒരു പിടിപ്പുകേട് എവിടെയോ സംഭവിച്ചിട്ടുണ്ട്. അതിനെ മറ്റുള്ള ആൾക്കാർ, അത് ഒരു ഭാഗത്ത് BJP ആണെങ്കിൽ മറ്റുള്ളത് ഈ ലോക്കൽ പൊളിറ്റിക്കൽ പാർട്ടീസ് അതിനെ ക്യാപിറ്റലൈസ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് കോൺഗ്രസ് മിനിസ്ട്രി വരുന്നു, അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് അധികാരത്തിൽ വരുന്നു എന്ന് ഇലക്ഷൻ പരമല്ലാത്ത ഒരു രീതിയിൽ വരികയാണെങ്കിൽ ആ സമയത്ത് നമുക്കൊരു ഭയങ്കര എന്താ പറയാനായിട്ട് വേറൊരു ഫിനോമിനൻ ആലോചിച്ച് കഴിഞ്ഞാൽ BJP ആയിരുന്നു ആ സമയത്ത് അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു നമുക്കൊന്ന് ഊഹിക്കാൻ, അല്ലെങ്കിൽ ഡു യു ഹാവ് എ ഗസ് ഓൺ ദാറ്റ്? ചില കാര്യങ്ങളിൽ ഒരുപക്ഷെ പ്രസ്സിങ് ഇഷ്യൂസ് ഇല്ലാതായേനെ എന്നാണ് ഞാൻ കരുതുന്നത്. ഉദാഹരണത്തിന് കാശ്മീർ വിഷയത്തിൽ നമ്മളൊരു വളരെ സ്ട്രോങ് പൊസിഷൻ എടുക്കേണ്ടിയിരുന്നതാണ്. എങ്ങനെയാണ് നമ്മൾ മറ്റുള്ള ഒരു സ്ഥലത്തൊരു ഇൻറ്റഗ്രേഷൻ പോസിബിൾ ആക്കിയത്? നമുക്കറിയാം, ഹൈദരാബാദ് വരെയുള്ള ഇതിൻ്റെ ഉള്ളിൽ ഒരുപക്ഷെ എൻക്ലേവുകളായിട്ട് നിൽക്കണമെന്നൊക്കെ താല്പര്യപ്പെട്ടിരുന്ന പല സ്ഥലങ്ങളെയും നമ്മൾ ലയിപ്പിക്കുകയും, എന്നാൽ കാശ്മീർ ഇഷ്യൂവിനെ നമ്മൾ അൺനെസസറിലി ഇൻ്റർനാഷണലൈസ് ചെയ്യുകയും നമ്മളതിനെ UN കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തിരുന്നത് ഇന്ത്യയിൽ തന്നെ വിമർശിക്കപ്പെട്ടിരുന്നൊരു കാലമുണ്ട്. അപ്പോൾ ഞാൻ കരുതുന്നത് ഇപ്പോഴും
നമ്മുടെ മിലിറ്ററി സ്ട്രെങ്ത് ആണെങ്കിലും അതിൻ്റെ പ്രിപ്പയർനെസ് ആണെങ്കിലും എല്ലാത്തിലും ഏറ്റവും കൂടുതൽ സ്പെൻഡിങ്ങിനും എല്ലാ കാര്യത്തിലും നമ്മൾ, അതായത് വെൽഫെയറിന് അതർവൈസ് പോകേണ്ടുന്ന പണം എന്തുകൊണ്ട് ഡിഫൻസിലേക്ക് പോകുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ ഈസ് കാശ്മീർ. അപ്പോൾ ആ കാശ്മീരിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു, അതായത് നമുക്ക് ഈ ആക്സഷൻ, ഇൻസ്ട്രുമെൻ്റ് ഓഫ് ആക്സഷൻ നിലവിൽ വന്നതിന് ശേഷം അവിടുത്തെ ഭരണാധികാരി ഇത് നമുക്ക് തന്നിട്ടുണ്ട്, അപ്പം നമ്മുടേതാണ് എന്ന രീതിയിലത്തേക്ക് ഒരു പൊസിഷൻ എടുത്ത് നിൽക്കുന്നതിന് പകരം നമ്മളതിനെ ഇൻ്റർനാഷണലൈസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. നമ്മളത് UN കൊണ്ടുപോയി. ഞാൻ കരുതുന്നത് ഒരു പക്ഷേ അന്ന് ഈ രീതിയിലത്തേക്കുള്ള ഒരു ഗവൺമെൻറ് ഫോർമുലേഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ, അതായത് നോൺ കോൺഗ്രസ് ആയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ആ വിഷയം കുറച്ചുകൂടി നല്ല രീതിയിലത്തേക്ക് സെറ്റിൽ ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ആ രീതിയിൽ പിന്നെ നമ്മൾ ഇതിനെ ഇപ്പോൾ കാണുന്നത്, അതായത് ഒരു സെക്യുലർ ഗവൺമെൻറ്, പാകിസ്ഥാനിലൊരു റിലീജിയസ് തിയോക്രാറ്റിക് സൊസൈറ്റി വരുന്നു. നമ്മളത് അങ്ങനെയല്ല. പക്ഷേ അതിന് ശേഷം ആ ഒരു ഐഡിയോളജിക്ക് ഉണ്ടായിരുന്ന സ്വീകാര്യത പിന്നീട് കുറഞ്ഞു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതായത് 1947 ഒരു ഗവൺമെൻറ് വരുന്നു. പിന്നീട് അതിന് ശേഷം അവിടെ തന്നെ ഉണ്ടായിരുന്ന ചില, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ മിസ്അലൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായിരിക്കുന്ന ഈ പ്രിൻസിപ്പിൾസിൽ ഉണ്ടായിരിക്കുന്ന നഷ്ടമുണ്ട്. അതായത് നമ്മൾ വളരെ ഫൈറ്റ് ചെയ്ത് നമ്മൾ നേടിയിരിക്കുന്ന സ്വാതന്ത്ര്യത്തിനെ ഒരു 25 ഇയേഴ്സ് അല്ലെങ്കിൽ അത്രയും പോലും ആകുമ്പോഴത്തേക്ക് നമുക്കിവിടെ അതിനെ ആൾക്കാർക്ക് നിഷേധിക്കുന്ന രീതിയിലത്തേക്ക് എമർജൻസി വരുന്നു. അപ്പോൾ അത് വരുന്നപ്പോഴത്തേക്ക് ആൾക്കാർ കുറേ പേര് വെറുപ്പിച്ചു. അതായത് എന്ത് ആശയങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അതായത് എന്ത് ആശയങ്ങൾക്ക് വേണ്ടിയിട്ടാണോ 190 കൊല്ലം ഭരിച്ച ആളിനെ പരാജയപ്പെടുത്താനായിട്ട് ഞങ്ങൾ നിങ്ങൾക്കൊപ്പം നിന്നത്, ആ അവകാശങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് ഡിനൈ ചെയ്യുന്നു എന്ന രീതിയിലത്തേക്ക് വന്നതാണ് സത്യത്തിൽ ഇന്ത്യയിൽ പിന്നീടുണ്ടായിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ രണ്ട് ധ്രുവങ്ങളിലേക്ക് വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദു മഹാസഭ അന്നുമുണ്ട്. അവർക്ക് വളരെ സ്റ്റോൾവേർഡ്സ് എന്ന് പറയാവുന്ന ലീഡേഴ്സ് അന്നുമുണ്ട്. ശ്യാമപ്രസാദ് മുഖർജിയെ പോലെയൊക്കെയുള്ള നേതാക്കന്മാർ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ അവരുടെ ഐഡിയോളജിക്ക് കിട്ടിയിരുന്ന നാഷണൽ ലെവൽ അക്സെപ്റ്റൻസ് വളരെ കുറവാണ്. പക്ഷേ ഈ ഒരു പീരീഡ് ഉണ്ടായതിനു ശേഷം ഇന്ദിരാഗാന്ധിയെ ടോപ്പിൾ ചെയ്യുന്ന രീതിയിലത്തേക്ക് ഒരു ഗവൺമെൻറ് ഉണ്ടാവുക, ഇന്ദിരാഗാന്ധി ഭരണത്തിൽ പരാജയപ്പെടുക, ഇങ്ങനെയൊക്കെ വന്ന് അടുത്ത തെരഞ്ഞെടുപ്പ് പോകുന്നു. അതിനുശേഷം നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്താണ് മറ്റുള്ള ആൾക്കാർ ബലപ്പെടുന്നത്. BJP ഫൗണ്ട് ചെയ്യുന്നത് 1982 ആണ്. അപ്പോൾ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഉണ്ടായിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗം കൂടിയാണ് BJP എന്ന് നമുക്ക് പറയാം. കാരണം RSS 1925 മുതലുണ്ട്, ഹിന്ദു മഹാസഭയുണ്ട്. എന്നിട്ടും പൊളിറ്റിക്കൽ ഐഡിയോളജി എന്ന രീതിയിലത്തേക്ക് അത് മാറുകയും പിന്നെ ഈ 80s ഈ അയോധ്യ പ്രശ്നം വരികയും ചെയ്തു. ആ 89 ശേഷം റാപ്പിഡായിട്ട് പിന്നീട് BJP വരികയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് ഇങ്ങനെ മുകളിലേക്ക് പോകേണ്ടിയിരുന്ന ഒരു കാര്യത്തിൽ ഡിപ്പ് ഉണ്ടാവുകയും അതിനെ ക്യാപിറ്റലൈസ് ചെയ്തിട്ട് മറുഭാഗം ബൂസ്റ്റപ്പ് ചെയ്യുകയും ചെയ്തു. ഞാൻ പറയുന്നത് അതിന് ശേഷം ഈ പ്രാക്ടിക്കൽ റിയാലിറ്റിയിലേക്ക് വരുന്നതിനോ ഈ പ്രോബ്ലം പ്ലഗ് ചെയ്യുന്നതിനോ കോൺഗ്രസ് ലീഡർഷിപ്പിന് ഇഫക്റ്റീവായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഭരണം കിട്ടി, അതിനുശേഷം ഫുൾ ഗവൺമെൻറ്, ഇപ്പോൾ നരസിംഹറാവു ഗവൺമെൻറ്, 2 തവണ മൻമോഹൻ സിംഗ് ഗവൺമെൻറ് ഒക്കെ വന്നു. പക്ഷേ അതിനെ ക്യാപിറ്റലൈസ് ചെയ്ത് അങ്ങോട്ട് എഞ്ചിനീയർ ചെയ്യാൻ പറ്റില്ല. എക്സാക്ട്ലി. അപ്പം ഞാൻ എന്ത് ചോദിക്കുന്നു, താങ്കൾ ഏറ്റവും കൂടുതൽ ബാറ്റ് ചെയ്യുന്ന ഒരു പക്ഷേ ചരിത്ര പുരുഷൻ എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു ഏകദേശം ഒരു പരിധി വരെ പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ അദ്ദേഹമായിരുന്നു ഭരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതുപോലെ കുറേ എമർജൻസീസ് ഇന്ത്യയിൽ വരില്ലായിരുന്നോ? ഉണ്ടാവില്ല, ഞാനങ്ങനെ കരുതുന്നില്ല. അത് കരുതുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ഇന്ത്യയുടെ മാറ്റേഴ്സിൽ അദ്ദേഹം ട്രൂ നാഷണലിസ്റ്റാണ്. ഞാൻ കരുതുന്ന ഏതൊരു ആളിനെ സംബന്ധിച്ചിടത്തോളം ഒരു മിലിറ്ററി അല്ലെങ്കിൽ മറേഷ്യലായിട്ട് ഒരു സംഭവം പുള്ളിക്കാരൻ ഉണ്ടായിരുന്നു. പക്ഷേ അത് നമ്മളത് പറയുന്ന സമയത്തും ആ പീരീഡിലുണ്ടായിരുന്ന പൊളിറ്റിക്കൽ സെറ്റപ്പ് എന്താണെന്നുള്ളതിനെ മറന്നുകൊണ്ട് നമുക്കത് പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു മിലിറ്ററി സ്വഭാവം അദ്ദേഹത്തിൻ്റെ രീതികളിലുണ്ടായിരുന്നു. പക്ഷേ അതേസമയം അദ്ദേഹം കംപ്ലീറ്റ്ലി സെക്യുലറുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹിന്ദു ബിലീഫിനൊപ്പം അദ്ദേഹം കൂടെ കൊണ്ടു നടന്നിരുന്ന അദ്ദേഹത്തിൻ്റെ അഡ്ജൂട്ടൻ്റ് ആയിരുന്നത് ഹബീബുർ റഹ്മാനാണ്. പിന്നെ ആബിദ് ഹസൻ ഉണ്ട്. എത്രയോ ആൾക്കാർ അങ്ങനെ മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ഒരു നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് INA തന്നെയാണ്. തമിഴന്മാരായിട്ടുള്ള ആൾക്കാർ, മലയാളികളായിട്ടുള്ള ആൾക്കാർ, സ്ത്രീകളെ ലക്ഷ്മി, ഞാൻ പറഞ്ഞപ്പോൾ ക്യാപ്റ്റൻ ലക്ഷ്മിയുണ്ട്, വേറെ എത്രയോ സ്ത്രീകളുണ്ട്. അങ്ങനെ സ്ത്രീകളെ ഇൻക്ലൂഡ് ചെയ്തു. സ്ത്രീകൾക്ക് കോമ്പാറ്റ് റോൾസ് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൊണ്ടുപോയി ആ കാലത്ത് 1940s നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത്, ഒരു വാർ ടൈമിൽ ഒരു ഓൾ വിമൻ റെജിമെൻ്റ് എന്ന് പറയുന്നത് ചരിത്രത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് വേൾഡ് വാറിൽ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുശേഷം ആകെ 2 എന്തോ മാത്രമേ ആ കാലത്തുണ്ടായിട്ടുള്ളൂ. അതിലൊന്ന് ഝാൻസി റാണി റെജിമെൻ്റാണ്. അല്ല, ഞാൻ അതിനിടയിൽ അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുകയാണ്, ഒരു വുമൺ സ്പൈ ഉണ്ടായിരുന്നു അല്ലേ സുഭാഷ് ചന്ദ്രബോസ് ആർമിയിലെ? അവസാനം അവരുടെ ഒരു ഭയങ്കര സാഡ് എൻഡിങ് ഒക്കെ ആയിട്ട് കേട്ടിട്ടുണ്ട്. ഉണ്ട്, ഒരുപാടുണ്ട്. മീൻസ് ഇത് നമ്മൾ ഈ കേൾക്കുന്ന സ്റ്റോറീസ് ഒക്കെ വളരെ ലിമിറ്റഡ് ആണ്. ഇപ്പോൾ ലക്ഷ്മിയുടെ ആണെങ്കിലും ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഈ ആൾക്കാരുടെ എല്ലാം സ്റ്റോറീസ് വളരെ സ്പെക്ടാക്കുലറാണ്. ഇതിൽ ഞാൻ വായിച്ച ഒരാൾ എഴുതിയിരുന്നൊരു റെക്കോർഡ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ആൾക്കാരുടെ ചില ഹിസ്റ്റോറിക്കൽ ആനക്ഡോട്ട്സ് എന്നൊക്കെ പറയുന്നതിൽ ഇവർ കരുതുന്നത്
ഇദ്ദേഹത്തിനോടുള്ള അഗാധമായ പ്രണയം കാരണം, ആരാധനയും, ആരാധനയും പ്രണയവും കാരണം ആൾക്കാർ വന്നിരുന്നു എന്നാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ നാട്ടിലുള്ള അന്നത്തെ കാലം, നമ്മൾ 1940s പറ്റി ചിന്തിക്കുമ്പോൾ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമെന്ന് പറയുന്നത് കാര്യമായി ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത് കുടുംബത്തിൻ്റെ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് സ്ത്രീകൾ ഫൈറ്റ് ചെയ്യണമെങ്കിൽ മരിക്കണമെങ്കിൽ മരിക്കാം എന്ന് പറയുന്നു. അപ്പോൾ ഈ സ്ത്രീകൾക്ക് പോലും ആംഡ് ട്രെയിനിങ് കൊടുക്കുന്നു. എന്നിട്ട് ഈ ഇംഫാൽ കൊഹിമ അറ്റാക്ക് ചെയ്തിട്ട് വൺസ് ബംഗാളിലേക്ക് വരുന്ന സമയത്ത് ഝാൻസി റാണി റെജിമെൻ്റ് ഉൾപ്പെടെ ഈ യുദ്ധത്തിൽ ജോയിൻ ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ വയ്ക്കുന്നു. ഒരു മിലിറ്ററി മൂവ്മെൻറ്റ് ഏറ്റവും ചലോ ദില്ലി സ്ലോഗനിലിട്ട് ഏറ്റവും ലീസ്റ്റ് ഡിഫിക്കൽട്ട്, അല്ലെങ്കിൽ മേ ബി ഡിഫിക്കൽട്ട് ആയിരിക്കാം, പക്ഷേ ഏറ്റവും എളുപ്പമെന്ന് തൽക്കാലം തോന്നാവുന്ന ഒരു പാത ഡൽഹിയിലേക്ക് എടുക്കുന്നു. സ്ത്രീകളെ ഇൻക്ലൂഡ് ചെയ്യുന്നു, കോമ്പാറ്റിലേക്ക് പോകുന്നു, മിനിസ്ട്രി ഉണ്ടാക്കുന്നു. അതിൽ തന്നെ കുറേയധികം മിനിസ്റ്റേഴ്സിനെ വെക്കുന്നു, സാലറീസ് കൊടുത്തിട്ടുള്ള സോൾജേഴ്സിനെ കൊണ്ടുവരുന്നു, അവർക്ക് റാങ്ക് കൊണ്ടുവരുന്നു, ഒരു ഗവൺമെൻറ്റിന് എക്സൈലിലാണെങ്കിലും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഏതാണ്ട് 1 ഡസനോളം ഫോറിൻ രാജ്യങ്ങളുടെ ഒഫീഷ്യലായിട്ടുള്ള ഡിപ്ലോമാറ്റിക് പിന്തുണ നേടിയെടുക്കുന്നു, അവരെ റെക്കഗ്നൈസ് ചെയ്യുന്നു. പത്രം, പ്രൊപ്പഗൻഡയ്ക്ക് വേണ്ടിയിട്ട് പത്രം ഇറക്കുന്നു, ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞത് ഇതൊക്കെ ചെയ്യാനായിട്ട് കഴിയുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി വാസ് പ്രിപ്പയർഡ് ടു ടേക്ക് കൺട്രോൾ ഓഫ് ദ കൺട്രി വൺസ് ദ ബ്രിട്ടീഷേഴ്സ് ലീവ്. പക്ഷെ അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ നേരത്തെ ചോദ്യം, ഒരു മിലിറ്ററി സ്വഭാവം അപ്പോഴും ആ ഒരു ഗവേണൻസിന് വരില്ലായിരുന്നു? ഇല്ല, അങ്ങനെ ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നത് കാരണം ഹി വാസ് കംപ്ലീറ്റ്ലി ഇൻക്ലൂസീവ്. അദ്ദേഹം ഒരു മിനിസ്ട്രി, അന്ന് അദ്ദേഹം എന്തുകൊണ്ടാണ് പ്രൊവിൻഷ്യൽ ഫ്രീ ഗവൺമെൻറ്, ആസാദ് ഹിന്ദ് ഗവൺമെൻറ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ഹെഡ് ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി ഹാഡ് ദ വിഷൻ. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ ടോജോയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കോൺവെർസേഷൻ ആണെങ്കിലും, അദ്ദേഹം മറ്റ് പാർലമെൻറ്റുകളിൽ പോയിരിക്കുന്ന സമയത്തോ, അവിടെയുള്ള ആൾക്കാരോട് അദ്ദേഹം ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്തോ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് നമ്മളുമായിട്ട് ഏറ്റവും കൂടുതൽ ഫ്രണ്ട്ലി ആകാൻ പോകുന്ന ഒരു രാജ്യത്തിൻ്റെ ഹെഡാണ് ഇദ്ദേഹം എന്ന രീതിയിൽ അദ്ദേഹത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം അവിടെ ഒബ്ജക്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, വൺസ് ഇന്ത്യ ഈസ് ലിബറേറ്റഡ് ദ പീപ്പിൾ ഓഫ് ദ കൺട്രി വിൽ ഡിസൈഡ് ഹൂ റൂൾസ് ദം. ബട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പ് ആവാൻ സാധ്യതയുണ്ടായിരുന്നു? അതേ ഒരു ഓട്ടോക്രാറ്റിക്? നമ്മുടെ സംശയങ്ങളാണ്. കാരണം ഹി വാസ് ഓൾവേസ് ഐഡൻറ്റിഫൈഡ് ഓർ ഡിഫൈൻഡ് ആസ് എൻ ഓട്ടോക്രാറ്റിക് മിലിറ്ററി. അല്ല, കംപ്ലീറ്റ്ലി അങ്ങനെയല്ല. അത് എനിക്ക് തോന്നുന്നത് അതൊരു അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ്ലി. കാരണം അദ്ദേഹത്തിൻ്റെ സ്വന്തം റൈറ്റിങ്സ്, അദ്ദേഹത്തിന് ഫ്രീ ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു കോൺസെപ്റ്റ്, അതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ആ സ്വഭാവത്തിലുള്ള ഒരാളല്ല അദ്ദേഹം. ഇപ്പോൾ ഇവിടെ അദ്ദേഹം ഈ മിലിറ്ററി ടൈപ്പ് ഒക്കെ ജപ്പാനുമായിട്ട് നടത്തിയതിന് ശേഷം ഇവിടെ ആൻഡമാൻ നിക്കോബാറൊക്കെ തന്നെ അവർ പിടിച്ചെടുത്തിട്ട് അദ്ദേഹത്തിന് തന്നെ ഹാൻഡ് ഓവർ ചെയ്യുകയാണ് ഓൺ എ കണ്ടീഷൻ. എന്നിട്ട് അവിടെ ഗവേണൻസിന് വേണ്ടിയിട്ടൊരു സെറ്റപ്പ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. അപ്പോൾ അതിലൊന്നും കംപ്ലയിൻസ് ഇല്ല. ഇപ്പം ഇംഫാൽ കൊഹിമ യുദ്ധം ചെയ്യുന്ന സമയത്ത് ഇതിലൊക്കെ ആ ഒരു കാർട്ട് ബ്ലാങ്ക് ആണ് കൊടുക്കുന്നത്. അത് ഓൺ മാറ്റേഴ്സ് റിലേറ്റഡ് ടു ഇന്ത്യ ഹീസ് ഇഷ്യൂഡ് എ കാർട്ട് ബ്ലാങ്ക് ചെക്കാണ്. അപ്പോൾ അവിടെ ഇന്ത്യയുടെ താല്പര്യത്തിനെ വേറൊരാളും കൺട്രോൾ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ഫ്രണ്ട്ലി നേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവ് നാളെ ഇന്ത്യ ഫ്രീ ആകുന്ന സമയത്ത് നമ്മളുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ലി ഗവൺമെൻറ്റാണ്, അതിൻ്റെ ഹെഡാകാൻ പോകുന്നത് ഇദ്ദേഹമാണ് എന്ന് പറയുമ്പോൾ അത് കേട്ട് രസിച്ചിരിക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് നിങ്ങളല്ല അതിൽ അഭിപ്രായം പറയേണ്ടത്, നമ്മൾ സഹകരിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ എൻ്റെ രാജ്യത്തെ ജനങ്ങളാണ് അത് തീരുമാനിക്കുക എന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ടൈപ്പ് ഓഫ് റൈറ്റിങ്ങിലും ഒരു ഓട്ടോക്രാറ്റിക് സ്വഭാവം അദ്ദേഹം കാണിച്ചിട്ടില്ല. തന്നെയല്ല, അദ്ദേഹത്തിൻ്റെ നോൺ ലൈഫിലും അങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ അദ്ദേഹത്തിന് ഏത് രീതിയിലാണ് അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രസിഡൻഷിപ്പിലേക്ക് വരുന്നത്? എലക്റ്റഡ് ആണ്. അല്ല, ഐ വോണ്ട് ടു ആസ്ക് യു ദാറ്റ് ആസ് എ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ. സോറി ടു ഇൻറ്ററപ്റ്റ്. ഓക്കെ. സോ വാട്ട് വാസ് സുഭാഷ് ചന്ദ്ര ബോസ് ആൻഡ് കോൺഗ്രസ്? അതിൻ്റെ ഒരു അലൈൻമെൻറ്റ് എന്തായിരുന്നു? അതിൻ്റെ ഒരു തെറ്റിദ്ധാരണകൾ എന്തായിരുന്നു? വാട്ട് വാസ് ദറ്റ് ഹോൾ എപ്പിസോഡ് ഇഫ് യു ക്യാൻ? എൻ്റെ ഇൻ വൺ സിംഗിൾ സെൻറ്റൻസ് ഐ വുഡ് സേ കോൺഗ്രസ് ഫെയിൽഡ് ഹിം. കോൺഗ്രസ് ഫെയിൽഡ് ഹിം. കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പ്രസിഡൻഷിപ്പിലേക്ക് വരണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ തവണ അദ്ദേഹം വന്നു, പക്ഷേ ഹിസ് വെയ്സ് ആൻഡ് മീൻസ് അത് ട്രഡീഷണൽ കോൺഗ്രസ് പൊളിറ്റിക്സിന് പറ്റുന്നതായിരുന്നില്ല. നമ്മളൊരു നോൺ വയലൻറ്റ് പാർട്ടിലൂടെ നമ്മൾ നോൺ വയലൻസിലേക്ക് പോകുന്നു, നമ്മൾ ഡയലോഗ്സിൽ വിശ്വസിക്കുന്നു. ഇദ്ദേഹം ചിന്തിച്ചിരുന്ന കാര്യം വളരെ സിമ്പിളാണ്. സെക്കൻഡ് വേൾഡ് വാർ ഉണ്ടാകുന്ന സമയത്ത് അതിനുള്ളൊരു പൊട്ടൻസി ലേറ്റ് 1930s ഉണ്ടല്ലോ, അതായത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകും. അപ്പോൾ പുള്ളി റിയലൈസ് ചെയ്തിരിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, ഇന്ത്യയിൽ കോടിക്കണക്കിന് ആൾക്കാരുണ്ട്, നാഷണലിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരുണ്ട്, കോൺഗ്രസ് പാർട്ടിയുണ്ട്, നാഷണലിസ്റ്റ് മൂവ്മെൻ്റ് ഉണ്ട്. ഇതിനെയെല്ലാം കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത് 10,000-40,000 ബ്രിട്ടീഷുകാർ മാത്രമാണ്. ബാക്കി ഇവരുടെ ഫോഴ്സസിൽ ഉൾപ്പെടെ വർക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാർ മുഴുവൻ ഇന്ത്യക്കാരാണ്. ആ ഇന്ത്യക്കാരുടെ ആ ഒരു നാഷണലിസത്തിനെ ഒന്ന് ഇഗ്നൈറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഈ യുദ്ധത്തിലേക്ക് ബ്രിട്ടൻ പോകുന്ന സമയത്ത് അവർക്ക് അതും മാനേജ് ചെയ്യുക ഇതും മാനേജ് ചെയ്യുക എന്നുള്ളത് എളുപ്പമല്ല. സോ റിയലൈസ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി, ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഇറ്റ്. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾ ഇൻ സിമ്പിൾ ടേംസ്. ഇതിന് വേണ്ടുന്ന സപ്പോർട്ട് അദ്ദേഹത്തിന് കോൺഗ്രസിൽ നിന്ന് കിട്ടിയില്ല എന്നുള്ളതാണ് ഒരു പോയിന്റ്. രണ്ട്, അദ്ദേഹം രണ്ടാമത്തെ ടൈമിൽ 1939 ആ സമയത്ത് അദ്ദേഹം ഇലക്ഷന് നിൽക്കുന്ന സമയത്ത് 38-39
അദ്ദേഹം നിൽക്കുന്ന സമയത്ത് ഗാന്ധി ഉൾപ്പെടെ ആൾക്കാർ അദ്ദേഹത്തിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. അവിടെയാണ് പട്ടാഭി സീതാരാമയ്യ അദ്ദേഹത്തിനെ ഒപ്പോസ് ചെയ്യാനായിട്ട് കാൻഡിഡേറ്റ് ആയിട്ട് വരുന്നു. പട്ടാഭിക്ക് വേണ്ടിയിട്ട് ഗാന്ധി തന്നെ ക്യാമ്പയിൻ ചെയ്യുന്നു. പട്ടാഭി ഈസ് മൈ കാൻഡിഡേറ്റ് എന്ന് ഗാന്ധി പ്രഖ്യാപിക്കുന്നു. അവസാനം എനിക്ക് തോന്നുന്നു ഗാന്ധിയുടെ ഗുജറാത്തിലും ഇദ്ദേഹത്തിൻ്റെ ആന്ധ്രയിലും ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തു നിന്നുള്ള PCCകൾ സുഭാഷ് ചന്ദ്രബോസിന് വോട്ട് ചെയ്യുകയാണ്. അപ്പോൾ 206 വോട്ടിൻ്റെയോ മറ്റോ ഡിഫറൻസിൽ, വിച്ച് ഈസ് ഹ്യൂജ്, അതിലാണ് അന്ന് അദ്ദേഹം ജയിക്കുന്നത്. എന്ന് വെച്ചാൽ ഗാന്ധിയുടെ പ്രൈമിൽ, ഗാന്ധിസ് പ്രൈം വാസ് ലേറ്റ് 1930s, ഏർലി 40s അല്ല, കാരണം ഫെയിൽഡ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗാന്ധിയുടെ പ്രൈമിൽ ഗാന്ധിയുടെ ഐഡിയോളജിയെ ഡിഫീറ്റ് ചെയ്ത് കോൺഗ്രസിൽ സുപ്രീമസി തെളിയിച്ചയാളാണ് ഇദ്ദേഹം. പക്ഷേ അതിനുശേഷം കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത്, നേരത്തെ ഈ ഓട്ടോക്രാറ്റിക് സ്വഭാവം ചോദിച്ചില്ലേ, ഹി ഹാഡ് ദ ലിബർട്ടി ടു റീകോൺസ്റ്റിറ്റ്യൂട്ട് CWC ആസ് പെർ ഹിസ് വിൽ. പുള്ളിക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ ഹി റോട്ട് എ ലെറ്റർ ടു ഗാന്ധി, ടു നെഹ്റു, സെയിങ് ദാറ്റ് നിങ്ങൾ ആൾക്കാരെ നോമിനേറ്റ് ചെയ്യും, പക്ഷേ നിങ്ങൾ CWCയിലേക്ക് ആളെ നോമിനേറ്റ് ചെയ്യും. ഇനി ഇൻട്രസ്റ്റിംഗ് സാധനം, ഗാന്ധി നോമിനേറ്റ് ചെയ്യുന്നില്ല. ഗാന്ധി കംപ്ലീറ്റ് നിസ്സഹകരണമാണ്. അവസാനം സുഭാഷ് ചന്ദ്രബോസ് നെഹ്റുവിനോട് പറയുന്നുണ്ട് മൾട്ടിപ്പിൾ ടൈംസ്, ഗാന്ധിയോട് പറയൂ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആൾക്കാരെ നോമിനേറ്റ് ചെയ്യാനായിട്ട് പറയൂ, കാരണം ഹി വാണ്ടഡ് ആൻ ഇൻക്ലൂസീവ് CWC. ഈ എഫേർട്സ് എല്ലാം ഫെയിലാകുന്ന സമയത്താണ് ഇൻ പ്രൈവറ്റ് കോൺവെർസേഷൻ സുഭാഷ് ചന്ദ്രബോസ് ടോൾഡ് അതർ പീപ്പിൾ വെദർ ഇദ്ദേഹത്തിൻ്റെ നിസ്സഹകരണം ബ്രിട്ടീഷുകാരോടാണോ എന്നോടാണോ. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു കാര്യത്തിന് ഇദ്ദേഹം മാറി നിൽക്കുകയാണ്. അവസാനം ഇത് കോൺഗ്രസ് സഹകരിക്കുന്നില്ല എന്ന് തോന്നുന്ന സമയത്താണ് ഹി ഹാഡ് ടു ക്വിറ്റ് ഫോം ഫോർവേഡ് ബ്ലോക്ക്, പിന്നെ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് പോകുന്നത്. അവിടെയും ആ ഇൻക്ലൂസിവിറ്റിയുടെ ഒരു കാര്യം, വിദേശത്ത് നിന്ന് റേഡിയോയിൽ അദ്ദേഹം ഇന്ത്യയിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന സമയത്തും അദ്ദേഹം പറയുന്നത്, ഞാൻ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് എനിക്ക് ശരിയെന്ന് തോന്നുന്ന മാർഗത്തിലേക്ക് പോവുകയാണ്, വിച്ച് ഈസ് ആംഡ് ഫൈറ്റ്. അതിന് ഞാൻ പോകുന്ന സമയത്ത് ഫാദർ ഓഫ് ദ നേഷൻ, എനിക്ക് ബ്ലെസ്സിങ്സ് വേണം എന്നാണ് പറയുന്നത്. സോ ഹി കോൾഡ് ഹിം ഫാദർ ഓഫ് ദ നേഷൻ. അപ്പോൾ ആ സമയത്ത് അങ്ങനത്തെ ഒരു ഇതില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ റെജിമെൻറ്റുകൾ തന്നെ, നെഹ്റു റെജിമെൻറ്റ്, ഗാന്ധി റെജിമെൻറ്റ്, അങ്ങനെ പേര് തന്നെ കൊടുത്തിരുന്നത് വാസ് ഇൻക്ലൂസീവ്. അപ്പോൾ അതിലൊന്നും അങ്ങനത്തെ ഒരു ഇതും ഉണ്ടായിരുന്നില്ല, ഓട്ടോക്രാറ്റിക് സ്വഭാവം ഉണ്ടായിരുന്നില്ല. സോ ഫ്രം സുരേഷ്, ഈ സുഭാഷ് ചന്ദ്രബോസ് ടു നെഹ്റു, ഗാന്ധി, ഇതൊക്കെ പറയുമ്പോഴും ഒരു കോൺഗ്രസിൻ്റെ ഒരു ലെഗസി, ഇന്ത്യയുടെ ഒരു ഫോർമേഷന് ഭയങ്കരമായിട്ട് നമ്മൾ ശരിയോ തെറ്റോ നല്ലതോ ചീത്തയോ റൈറ്റ് പാത്താണോ എന്നൊക്കെ പറയുമ്പോഴും ആ സമയത്ത് വെൻ ഇന്ത്യ വാസ് ബോൺ ശരിക്കും ഹാൻഡ് ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു ലെഗസി ഭയങ്കരമായി ഹെൽപ്പ് ചെയ്തിട്ടായിട്ട് നമ്മുടെ ചരിത്രങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. Did we have any other option other than സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്നൊരു പാരലൽ ഗവേണൻസ് അല്ലാതെ വേറൊരു ഓപ്ഷൻ അന്ന് കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യക്ക് ഉണ്ടായിരുന്നു? ഇല്ല, ആ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർ വേറെ ഇല്ല. കാരണം പിന്നുള്ളത് ബംഗാളിലൊക്കെ ഉള്ള റവല്യൂഷണറീസ് ആണ്, അതല്ലാതെ വേറെ അനാർക്കിസ്റ്റ് സ്വഭാവത്തിലാണ് അവർ. അതെ, പക്ഷെ ഞാൻ പറയുന്ന അവിടുത്തെ ഒരു പോയിന്റ്, ലീഡർഷിപ്പിൽ അതില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേർ ദ പീപ്പിൾ പ്രിപ്പയർഡ്, യെസ്. കാരണം സുഭാഷ് ചന്ദ്രബോസിൻ്റെ മാർഗങ്ങൾ ഇതാണ് എന്നുള്ളത് അദ്ദേഹം ഓൾറെഡി തെളിയിച്ചതാണ്. നമുക്കറിയാമല്ലോ, കോൺഗ്രസ്സിൽ മറ്റേ രഥത്തിൽ അദ്ദേഹം വരുന്ന ഒരു സംഭവമുണ്ട്. പ്രസിഡൻ്റ് ആയതിനു ശേഷം ഫുൾ മിലിറ്ററി യൂണിഫോമിൽ അദ്ദേഹം വരുന്നുണ്ട്. അത് ഗാന്ധിക്കും മറ്റാൾക്കാർക്കും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കാര്യമല്ല. അദ്ദേഹം അങ്ങനെ വരുന്നു. അന്ന് ടൈം മാഗസിൻ ചാരിയറ്റ് ഓഫ് ഫ്രീഡം എന്നെന്തോ പറഞ്ഞിട്ടാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ പടം കൊടുത്തിട്ട് ഇദ്ദേഹത്തിനെ പറ്റി ഒരു കവർ സ്റ്റോറി ചെയ്യുന്നത്, ടൈം അന്ന്, ഫ്രം US. അപ്പോൾ അതിൽ അവർ പറയുന്നത് തന്നെ കോൺഗ്രസിൻ്റെ ടോപ്പ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ആൾക്കാരോട് അപ്പീസ്മെൻറ്റ്, ബ്രിട്ടീഷുകാരോട് സൗഹൃദം, പേഴ്സണൽ കാര്യങ്ങൾ നോക്കുന്നു. ഇങ്ങനെ ഈ കോർ കോസിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു സമയത്ത് ആ പാഷൻ ഇഗ്നേറ്റ് ചെയ്തിരിക്കുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ നാഷണൽ ലെവലിൽ, വിച്ച് സുഭാഷ് ചന്ദ്രബോസ്. അങ്ങനെയാണ് ഇവർ ഈ കവർ സ്റ്റോറി കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, അങ്ങനെ ഒരാൾ ഈ PCCകളുടെ വോട്ടിൽ തിരഞ്ഞെടുക്കപ്പെട്ടു, ഗാന്ധിയുടെ കാൻഡിഡേറ്റ്. കാരണം ഗാന്ധി ഹാഡ് ടു ഫൈനലി അഡ്മിറ്റ് പട്ടാഭിസ് ഡിഫീറ്റ് ഈസ് മൈ ഡിഫീറ്റ് എന്ന് പറയേണ്ടി വന്നതാണ്. അങ്ങനെ ഗാന്ധിയെ പരാജയപ്പെടുത്താൻ PCCകൾ തീരുമാനിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ മാർഗങ്ങളോടായിരുന്നു ഇന്ത്യയിലുള്ള PCCകൾക്ക് താല്പര്യം. അപ്പോൾ ജനങ്ങൾ പ്രിപ്പയർഡ് ആയിരുന്നു, ലോക്കൽ ലെവലിൽ ആൾക്കാർ പ്രിപ്പയർഡ് ആയിരുന്നു. പക്ഷേ അറ്റ് ദ ടോപ്പ്, താങ്കളിപ്പോൾ പറഞ്ഞു ഗാന്ധിജി പറഞ്ഞിട്ട് പോലും സുഭാഷ് ചന്ദ്രബോസിനെ സെലക്ട് ചെയ്ത PCC എന്ന് പറയുന്നു. ആ സ്വഭാവം, ആ ഒരു ഡെമോക്രാറ്റിക് സ്വഭാവം ഇന്നും കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടല്ലേ? കോൺഗ്രസ്സിന് ഇത്രമാത്രം ക്രിറ്റിസിസംസ് ഇൻറ്റേർണലി വരികയും ഈ പറയും പോലെ നമ്മൾ ഇപ്പോൾ പറഞ്ഞാൽ തമ്മിലടി എന്ന് പറയുന്ന ലെവലിലേക്ക് വരുന്നത് ആ ഒരു ഐഡിയോളജിയുടെ അല്ലെങ്കിൽ ആ ഒരു ലെഗസി കണ്ടിന്യൂഷൻ അല്ലേ ശരിക്കും പറഞ്ഞാൽ? ഉൾപാർട്ടി ജനാധിപത്യം, അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അനുവദിക്കപ്പെടുന്ന ഒരു പാർട്ടി കോൺഗ്രസ് ആണ്. അക്കാര്യത്തിൽ ഡൗട്ടില്ല. അത് സ്റ്റേറ്റ് ലീഡർഷിപ്പിലാണെങ്കിലും സീനിയർ ലീഡർഷിപ്പിലാണെങ്കിലും ഒക്കെ അങ്ങനെയുണ്ട്. പക്ഷേ ഇതിൽ ജനാധിപത്യ സ്വഭാവം നഷ്ടപ്പെടുന്നത് ഈ ഫസ്റ്റ് ഫാമിലി എന്ന രീതിയിലത്തേക്ക് പറയുന്ന ഒരു സ്ഥലത്ത് മാത്രമാണ്. അതായത് നമ്മളതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഡിപ്പെൻഡൻ്റ് ഓൺ വൺ ഫാമിലി എന്ന രീതിയിലത്തേക്ക് വരും. ഞാൻ പറഞ്ഞത് അങ്ങനൊരു സ്വഭാവം കോൺഗ്രസ്സിന് മുമ്പുണ്ടായിരുന്നില്ല.
അതായത് പ്രീ 1947 ആ സ്വഭാവം കോൺഗ്രസ്സിനുണ്ടായിരുന്നില്ല. കോൺഗ്രസ് ഏറ്റവും സ്റ്റോൾവാർഡ്സ് ആയിട്ടുള്ള ലീഡേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പായിരുന്നു. അതൊരു പൊളിറ്റിക്കൽ പ്രസ്ഥാനമല്ല, പക്ഷേ സ്റ്റിൽ ആ നാഷണലിസ്റ്റ് മൂവ്മെൻറ്റിൽ എല്ലാ ആൾക്കാരെയും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിലുണ്ടായിരുന്ന ക്രീം ഓഫ് ലീഡേഴ്സ്, അതിൽ തന്നെ ഉണ്ടാകുന്ന ഈ ടോപ്പ് ലെവലിലുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ, അതിൻ്റെ ഇൻക്ലൂസിവിറ്റി അത് കുറഞ്ഞു പോകുന്നതായിട്ട് ഈ അടുത്ത കാലത്ത് ഞാൻ കാണുന്നുണ്ട്, വിച്ച് ഈസ് എ ഡിറ്റീരിയറേഷൻ. പക്ഷേ ഹാവിങ് സെഡ് ദാറ്റ്, ഇപ്പോഴും ഈ ജനാധിപത്യ സ്വഭാവം റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു പാർട്ടി കോൺഗ്രസ് ആണ്, അതിനകത്തിൽ തർക്കമില്ല. പക്ഷേ നമ്മളിപ്പോൾ ഈ പറയുകയാണ്, അതായത് എല്ലാവരും അതിനൊരു നല്ല ഉദാഹരണമായിട്ട് പറയുന്നത് കോൺഗ്രസിൻ്റെ പ്രസിഡൻഷിപ്പിലേക്കുള്ള ഇലക്ഷനാണ്. ശശി തരൂരിന് അവിടെ മത്സരിക്കാൻ പറ്റുന്നു. പക്ഷേ വാസ് ഇറ്റ് കണ്ടസ്റ്റഡ് ഓൺ എ ഫെയർ ഗ്രൗണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഹാവ് ഡിഫറെൻറ്റ് ഒപ്പീനിയൻ. രണ്ട്, ശശി തരൂരിന് വേണ്ടി ആക്റ്റീവായിട്ട് ക്യാമ്പയിൻ ചെയ്യാനായിട്ട് ആൾക്കാരില്ലാതിരിക്കുകയും ഖാർഗെയ്ക്ക് വേണ്ടിയിട്ട് ക്യാമ്പയിൻ ചെയ്യാനായിട്ട് ആൾക്കാരുണ്ടായിരിക്കുകയും കണ്ടസ്റ്റ് ചെയ്യുന്ന എന്തോ ഒരു അപരാധമാണെന്ന രീതിയിലത്തേക്ക് പല നേതാക്കന്മാരും ശശി തരൂരിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സംഭവം പോലും നമ്മളന്ന് കണ്ടിരുന്നു. ഓൾമോസ്റ്റ് ലൈക്ക് നിങ്ങൾ പറഞ്ഞ സുഭാഷ് ചന്ദ്രബോസും സിദ്ധരാമയ്യയും ഇലക്ഷന് നിന്നതുപോലത്തെ ഒരു സെയിം ഹിസ്റ്ററി റിപ്പീറ്റ്സ് അല്ലേ? പക്ഷേ അന്ന് ഉണ്ടായിരുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാന്ധി ഹിംസെൽഫ് വാസ് ക്യാമ്പയിനിങ് ഫോർ പട്ടാഭി, സുഭാഷ് ചന്ദ്രബോസ് വാസ് ക്യാമ്പയിനിങ് ഫോർ ഹിംസെൽഫ്. അപ്പോൾ ഒരു വലിയ നേതാവ് ഒരു കാൻഡിഡേറ്റിന് വേണ്ടി മറ്റേ കാൻഡിഡേറ്റ് സ്വയവും ക്യാമ്പയിൻ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ഇതാണ് ശരി, ഇതാണ് തെറ്റ്, ഇത് ചെയ്യരുത്, ഇത് ചെയ്യണം, അങ്ങനെ ഒരു സംഭവമില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഫസ്റ്റ് ഫാമിലി എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷമായതുകൊണ്ട് ഫസ്റ്റ് ഫാമിലിയോട് ചേർന്ന് നിന്നതിന് ശേഷം സംസാരിക്കുന്നത് കുഴപ്പമില്ല എന്നും, എന്നാൽ തരൂരിനെ ഓപ്പണായിട്ട് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്ത ഇവിടെ ഉണ്ടായിരുന്നു. ഇതിലുള്ള ഒരൊറ്റ ഡിഫറൻസ്, ഖാർഗെ ഈസ് വെരി ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് നെഹ്റു ഗാന്ധി ഫാമിലി. അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് കോൺഗ്രസിനൊരു ഡയറക്ഷണൽ ചേഞ്ച് ആണ് ആ സമയത്ത് വേണ്ടിയിരുന്നത് എങ്കിൽ ശശി തരൂർ വരണമായിരുന്നു. കാരണം ഈ ബ്രിങ്സ് എ ഡിഫറെൻറ്റ് എൻറ്റയർലി ഡിഫറെൻറ്റ് സ്കൂൾ ഓഫ് തോട്ട്, അതാണ് കൊണ്ടുവരിക. അപ്പോൾ ഇതിൽ സത്യം പറഞ്ഞാൽ രാഹുൽ ഗാന്ധി അല്ല, സോണിയാഗാന്ധി അല്ല, മല്ലികാർജ്ജുൻ ഖാർഗെ ആണെങ്കിലും അതൊരു സെയിം പാറ്റേണിൻ്റെ കണ്ടിന്യൂഷനാണ്. കോൺഗ്രസ്സിന് ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ അന്ന് ഡിബേറ്റുകളിൽ ശശി തരൂരിനെ ബാക്ക് ചെയ്ത ആളാണ്. കാരണം കോൺഗ്രസ് നോക്കുന്നത് ഇഫ് ഇറ്റ് ഈസ് ഫോർ എ കംപ്ലീറ്റ് ചേഞ്ച്, അങ്ങനെയാണെങ്കിൽ ദാറ്റ് ചേഞ്ച് ക്യാൻ ബി ഇൻഫ്ലിക്റ്റഡ് ഓൺലി ബൈ എ പേഴ്സൺ ഹു ഈസ് ഔട്ട്സൈഡ് ദിസ് കോർ സ്കീം ഓഫ് തിങ്സ്. അങ്ങനെയാണെങ്കിൽ അത് ശശി തരൂരാണ്. അപ്പോൾ തരൂരിൻ്റെ എല്ലാ പ്രഭാവവും അദ്ദേഹത്തിൻ്റെ കഴിവും എല്ലാം അവിടെ ഉപയോഗിക്കണം, അദ്ദേഹത്തിന് ആ ഒരു ഫെയർ റൺ കൊടുക്കണം എന്നുള്ളതാണ്. 1000 വോട്ട് അവിടെ കിട്ടുക എന്ന് പറയുന്നത് ചെറുതല്ല. അപ്പോൾ നേരത്തെ ഈ പറഞ്ഞിരിക്കുന്ന PCCയിലെ സ്ലീപ്പർ സെല്ലുകൾ ശശി തരൂരിന് അനുകൂലമായിട്ട് എവിടെയൊക്കെയോ വോട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് 1000 വോട്ട് അവിടെ കിട്ടുക. അപ്പോൾ ഡെസ്പൈറ്റ് ഓൾ ദി അഡ്വേഴ്സിറ്റീസ് അദ്ദേഹം ആ ഒരു അച്ചീവ്മെൻറ്റ് എടുത്തു എന്ന് പറയുന്നത് ചെറുതല്ല. ദാറ്റ് ഈസ് വൈ പുള്ളി CWCയിലേക്ക് വരുന്നതും ഒക്കെ അതിൻ്റെ പേരിലാണ്. അപ്പോൾ ഇത് തമ്മിൽ ഡയറക്റ്റ് റിലേഷൻ ഇല്ല എങ്കിലും ഞാൻ പറയുന്നത്, ഒരു ഏബിൾ ആൾ ചലഞ്ച് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ സ്റ്റിൽ ദർ ആർ എ ലോട്ട് ഓഫ് പീപ്പിൾ ഹു വിൽ ബാക്ക് ഇറ്റ്. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ പണ്ട് കേട്ടിട്ടുള്ള, വായിച്ചിട്ടുള്ള ഒരു പക്ഷേ സാം പിട്രോടെ രാജീവ് ഗാന്ധി പൊളിറ്റിക്സിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി പറയുന്നു, ഇന്ത്യക്ക് നിങ്ങളെ വേണമെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് ഒരു ടെലികോം റെവല്യൂഷൻ ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരു വിഷണറി ആയിരുന്നു രാജീവ് ഗാന്ധി എന്ന് പറയുന്ന സ്റ്റേറ്റ്സ്മാൻ, അതാണ് പൊളിറ്റീഷ്യൻ. പക്ഷേ അതിൻ്റെ ഒരു മെറിറ്റ് പുള്ളിക്കാരന് വോട്ടായി വരികയും സപ്പോർട്ട് സിസ്റ്റമായിട്ട് വരികയും പിന്നെ നമ്മൾ കണ്ടില്ല എന്ന് പറയുന്നൊരു സാഡ് സ്റ്റേറ്റും കോൺഗ്രസ്സിലുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഗവൺമെൻറ്, അതായത് ഇപ്പോൾ റൺ ചെയ്യുന്ന BJP ഗവൺമെൻറ് എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര വിഷണറി എന്ന് പറയുമ്പോഴും ഡോണ്ട് യു തിങ്ക് ദാറ്റ് ആ ഒരു പ്രൊഫഷണലിസത്തിൻ്റെ ഒരു ലാക്കിങ് അവിടെ ഇല്ലേ? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ രാജീവ് ഗാന്ധിയുടെ ആ കാര്യം പറയുന്ന സമയത്ത് വാസ് ദ കൺട്രി പ്രിപ്പയർഡ് ഫോർ ഇറ്റ്? ആയിരുന്നില്ല. അപ്പോൾ നമുക്ക് ഉള്ള ഏറ്റവും വലിയൊരു പ്രശ്നം, ഈ തുഗ്ലക്ക് പരിഷ്കാരം എന്ന് നമ്മൾ പറയുന്നത് പരിഷ്കാരം മോശമായതുകൊണ്ടല്ല, പക്ഷേ ഇറ്റ് വാസ് നോട്ട് പ്രാക്ടിക്കൽ ഇൻ ദോസ് ടൈംസ് അല്ലേ? അതാണ്. അപ്പോൾ അന്നത്തെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട റിക്വയർമെൻറ്റ് വാസ് റോട്ടി കപ്പട മക്കാൻ, ഇതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് ഒരു ഔട്ട് ഓഫ് ദ ബ്ലൂ കോൺസെപ്റ്റ് വരുന്ന സമയത്ത് അതിന് കിട്ടുന്ന സ്വീകാര്യത കുറവാണ്. BJP അതിനെ ടൈം ചെയ്തിരിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിന് ചേരുന്ന കാര്യങ്ങൾ, മേ ബി എ സ്റ്റെപ്പ് ഫർദർ, അത്രേ ഉള്ളൂ. കുറേ കൂടെ പോപ്പുലിസ്റ്റ് ആണ്. കറക്റ്റ്, പോപ്പുലിസ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അവർ ചെയ്തിരിക്കുന്നതിന് ഞാൻ കാണുന്ന കോർ ഡിഫറൻസീസ്, ഒരു പിട്രോഡയുടെ കാര്യം നമ്മളവിടെ പറയുകയാണെങ്കിൽ ഇന്ന് BJP ചെയ്യുന്ന ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യം, കോർ പോർട്ട്ഫോളിയോസ് പലതും ഹാൻഡിൽ ചെയ്യുന്നത് പ്രൊഫഷണൽസ് ആണ്. ഇപ്പോൾ വിദേശകാര്യം, സമൺ ഹു ഈസ് സീസൺഡ് ഇൻ ദാറ്റ്, ജയശങ്കർ ഒരു ടോപ്പ് ഡിപ്ലോമാറ്റ് ആയിരുന്ന ഒരാളെയാണ് വെച്ചിരിക്കുന്നത്. അശ്വിനി വൈഷ്ണവിനെ പോലെയുള്ള എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്ത് ഓരോ ആൾക്കാരെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പീയൂഷ് ഗോയൽ, അതായത് ഒരു ട്രഡീഷണൽ പൊളിറ്റീഷ്യൻ എന്നുള്ള സെറ്റപ്പിൽ നിന്ന് മാറി കുറച്ചുകൂടി വേൾഡ് വ്യൂ ഉള്ള ഒരു ഫോക്കസ് ഓൺ ദ ഫ്യൂച്ചർ, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. വിച്ച് റിഫ്ലെക്ട്സ് ഇൻ ദി ഐഡിയോളജി ഓൾസോ, അല്ലെങ്കിൽ വിച്ച് റിഫ്ലെക്ട്സ് ഇൻ ദി ഇംപ്ലിമെൻറ്റേഷൻ ഓൾസോ. അത് നടക്കുന്നുണ്ട്.
പക്ഷേ അതേ സംഭവം കോൺഗ്രസിലുണ്ടായിരുന്നില്ല. ലൈക്ക് വി വെർ ഏബിൾ ടു ബ്രിങ് മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ഒരു ഭയങ്കരമായിട്ടൊരു എന്താ പറയുക വിഷണറി, ഒരു സ്കോളറിനെ കൊണ്ടുവരുന്നു. അയാളൊരു എക്കോണമിക് ചേഞ്ചിന് ഇന്ത്യയിൽ ധൈര്യപൂർവ്വം അന്ന് ഇത് ചെയ്യുന്ന അത് കോൺഗ്രസിൽ പണ്ടുണ്ടായിരുന്നില്ല. ഇത് ബി ജെ പിയുടെ ഒരു പൊളിറ്റിക്സോ പോളിസി മാത്രമല്ലല്ലോ ഇങ്ങനെ പ്രൊഫഷണൽസിനെ കൊണ്ടുവരിക എന്ന് പറയുന്നത്. അല്ല, ഞാനത് ഇപ്പോൾ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ട്. പക്ഷേ അവിടുത്തെ ഒരു ഡിഫറൻസ് സ്റ്റിൽ നമ്മൾ കേട്ട് വന്ന ഒരു നറേറ്റീവിൻ്റെ ഒരു പ്രശ്നമാണ്. അതായത് നമ്മൾ മൻമോഹൻ സിംഗിന് എത്രത്തോളം ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ടോ അതിൻ്റെ 10% പോലും നമ്മൾ വേറൊരാളിന് കൊടുക്കുന്നില്ല, വിച്ച് ഇസ് PV നരസിംഹറാവു. യെസ്. അപ്പോൾ നരസിംഹറാവു എന്ന പ്രധാനമന്ത്രിയുടെ ഒരു ഗോ ഹെഡ് ഉള്ളത് കൊണ്ടാണ് മൻമോഹൻ സിംഗിന് എന്നത് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്നത് നമ്മളുടെ പല സെക്ടറുകളിലും അശ്വിനി വൈഷ്ണവിന് നല്ല മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നുണ്ടെങ്കിൽ, ജയശങ്കറിന് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, ദ ക്രെഡിറ്റ് പാർട്ട്ലി ഓവ്സ് ടു PM മോദി ഓൾസോ, ദ പൊളിറ്റീഷ്യൻ മോദി. റൈറ്റ്. അപ്പോൾ അതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. പൊളിറ്റിക്കൽ ഡിസിഷൻ കൊണ്ട് ഒരു നയത്തിൽ മാറ്റം ഉണ്ടാകുകയാണ്. അപ്പോൾ മൻമോഹൻ സിംഗിൻ്റെ ഇന്ത്യയോടുള്ള ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ, നമ്മൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനോട് അത്രത്തോളം കടപ്പെട്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും വലിയ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസിലേക്ക് രാജ്യം പോകുന്ന സമയത്ത് നിർണായകമായിട്ടുള്ള 1-2 തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത് അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിനെ എംപവർ ചെയ്തിരിക്കുന്ന ആളിനെ നമ്മൾ അതേപോലെ കരുതുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ ഭാഗധേയം നിർണ്ണയിച്ച എന്നൊക്കെ പറയാവുന്ന പ്രൈം മിനിസ്റ്റേഴ്സിൻ്റെ പേര് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇന്ദിരാഗാന്ധിയെ ഉൾപ്പെടുന്നതെങ്കിലും നരസിംഹറാവുവിനെ ആരും പറയില്ല. ഞാൻ പറയുന്നത് BJP-ക്കാരും പറയില്ല, കോൺഗ്രസ്സുകാരെന്നല്ല. കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു നേതാവിനെ കോൺഗ്രസ്സുകാർ തന്നെ ഇത്തിരി ബാക്കിലോട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ അവരെ ആംപ്ലിഫൈ ചെയ്യുന്നത് സാധാരണ BJP-യാണ്. ഇപ്പോൾ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ലെഗസി BJP അത് അപ്രോപ്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സർദാർ പട്ടേലിൻ്റെ ലെഗസി ഇതേപോലെ നോക്കുന്നുണ്ട്. അങ്ങനെ പല ആൾക്കാരെയും നോക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് അതിൽ BJP-ക്കാർ പോലും പലപ്പോഴും വിട്ടുപോകുന്നതാണ് നരസിംഹറാവു. അതായത് ചില ഓണേഴ്സ്, ഡിസ്റ്റിങ്ഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ടാവും, പക്ഷേ മെയിൻ സ്ട്രീം ഡിസ്കഷൻസിലില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ആ നേതൃത്വം പ്ലസ് ഈ പ്രൊഫഷണലിസം, ഇത് രണ്ടും കൂടി ചേരുന്ന സമയത്താണ്. ഇപ്പോൾ ഇദ്ദേഹം നല്ലൊരു ഭരണകർത്താവാണോ മൻമോഹൻ സിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ അദ്ദേഹം നല്ലൊരു പോളിസി മേക്കർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബ്സല്യൂട്ട്ലി. പോപ്പുലിസ്റ്റ് ആയിട്ടുള്ള പൊളിറ്റിക്സ് ഹാൻഡിൽ ചെയ്യാൻ അറിയാവുന്ന ഒരാളെന്നുള്ള രീതി. എക്സാക്ട്ലി, അത്രേ ഉള്ളൂ. നമ്മളങ്ങനെ പറയുമ്പം അദ്ദേഹത്തിൻ്റെ കണ്ടൻറ്ററായി നിൽക്കുന്ന വളരെ യങ്ങായിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറയുമ്പോൾ വളരെ ജൂനിയർ ആയിട്ടുള്ള രാഹുൽ ഗാന്ധി എന്ന് പറയുന്നൊരു മനുഷ്യനാണ്. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവിനെ നമ്മൾ കേട്ട് ഒരു നറേറ്റീവ് സെറ്റ് ചെയ്തിട്ടിരിക്കുന്ന BJP-യുടെ നറേറ്റീവിലാണ് കുറേ നാൾ റൺ ചെയ്തത്. ബട്ട് ഡോണ്ട് യു തിങ്ക് ദാറ്റ് ഇന്നത്തെ ഒരു പൊളിറ്റിക്കൽ സ്ട്രീമിൽ എക്സ്ട്രീമിസ്റ്റായി റിലീജിയസ് ആയ ഒരു പോളിസി വെച്ചൊരു പാർട്ടി അല്ലെങ്കിൽ ഒരു ഐഡിയോളജി വെച്ചൊരു പാർട്ടി ഭരണം നിൽക്കുമ്പോൾ അതിനെ ശക്തമായി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു ചെറുത്തുനിൽപ്പുണ്ടെന്ന് തോന്നുന്നില്ല. അത് ഇറ്റ് ഇസ് നോട്ട് എ വെരി ഈസി തിങ് ഇസ് വാട്ട് ഐ ഫീൽ. അങ്ങനെ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പെർസ്പെക്റ്റീവാണ്. അതായത് ഇപ്പം നടക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞാൽ തന്നെ ഓവർ എ പീരീഡ് ഓഫ് 20 years അല്ലേ, അത്ര സമയം. അതായത് വി ഗേവ് ഹിം എ ഫ്രീ ഹാൻഡ് ഫോർ 20 years ഫോർ ഹിം ടു ബിക്കം വാട്ട് ഹീ ഈസ് നൗ. യെസ്. അല്ലേ, ഇതിൻ്റെ പകുതി വേറൊരാൾക്ക് കൊടുത്താൽ ഒരുപക്ഷെ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട്സ് ഉണ്ടാക്കാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്. ഫോർ എക്സാമ്പിൾ, രാഹുൽ ഗാന്ധി വാസ് ബോൺ വിത്ത് എ സിൽവർ സ്പൂൺ. കാരണം അദ്ദേഹത്തിന് 2005 മറ്റോ ആണ് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ എൻട്രി വരുന്നതെന്ന് എനിക്ക് 2004-2005 മേ ബി. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയ ബാക്കിംഗ്, പുള്ളി പാർട്ടിയിലേക്ക് വരുന്നത് തന്നെ ടോപ്പ് പൊസിഷനിലാണ്, വിച്ച് ഇസ് ഓൾ ബിക്കോസ് ഓഫ് ഹിസ് ലെഗസി, ഫാമിലി ലെഗസി. അങ്ങനെ വരുന്ന ഒരാൾ ഈസ് ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് മൾട്ടിപ്പിൾ ടൈംസ്. എന്നിട്ടാണ് നൗ ഹി ഈസ് ദി ഓപ്പോസിഷൻ ലീഡർ ഓഫ് ദ കൺട്രി വിത്ത് സബ് 100 seats ഇൻ ദ ലോക്സഭ. ഡോണ്ട് യു തിങ്ക് അതൊരു ഭയങ്കര അഡ്വാൻറ്റേജും കൂടെ അല്ലേ? കാരണം എല്ലാ രീതിയിലും ഗ്രിൽഡായി, റിഫൈൻഡായി, ഈ പറയുന്ന നമ്മൾ ഓൾറെഡി ഒരു എന്താ പറയുക ഏസ് പൊളിറ്റീഷ്യനായിട്ട് വരുന്നതിനേക്കാളും പൊളിറ്റിക്സിൻ്റെ ട്രൂ വോട്ടേഴ്സ് ടെസ്റ്റ് ചെയ്ത് വരുന്ന ഒരാൾക്ക് കുറച്ചും കൂടെ ഒരു ഞാൻ അങ്ങനെ കരുതുന്നില്ല. ബിക്കോസ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇൻ ദാറ്റ് പ്രോസസ് അത് ബെയർ ചെയ്യുന്നത് ആരാണ്? പീപ്പിൾ ഓഫ് ദ കൺട്രി, പീപ്പിൾ ഓഫ് കോൺഗ്രസ്. അതായത് നമ്മൾ ഒരാളിനെ, ശരി ഇയാൾക്ക് കുറേ സമയം കൊടുക്കുക, ഇയാൾ നന്നാവും, ഇയാൾ നന്നായി വരട്ടെ, ഇത്തവണ നന്നായില്ല, അടുത്ത തവണ നന്നാവട്ടെ. ഞാൻ പറഞ്ഞത് അങ്ങനൊരു ചാൻസ് കോൺഗ്രസ് ആർക്കും കൊടുക്കുന്നില്ല, വേറൊരാൾക്കും ഇത് കൊടുക്കുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞത് ഫോർ എക്സാമ്പിൾ സച്ചിൻ പൈലറ്റ് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള നേതാവാണ്, പക്ഷേ സ്റ്റിൽ നോട്ട് ഓൺ ദ നാഷണൽ ലെവൽ. ജ്യോതിരാദിത്യ സിന്ധ്യ വാസ് ക്രീം, അദ്ദേഹത്തിനെ ഉപയോഗിച്ചില്ല. BJP-യുടെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ദേ പോച്ച് പീപ്പിൾ. അവിടെ നിന്ന് കാണുന്നു, ഓക്കെ ഇയാൾക്ക് ടാലൻ്റ് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഹീസ് പ്ലേസ്. ജിതിൻ പ്രസാദ്, CR കേശവൻ, ജയ്വീർ ഷെർഗിൽ. പക്ഷേ ഇത് പറയുമ്പോൾ ഞാൻ വീണ്ടും അതിലേക്ക് വരുന്നു. ഒരു യങ്സ്റ്റർ ലൈനപ്പ് പണ്ട് 80s ഉണ്ടായിരുന്നത് വാസ് രാജേഷ് പൈലറ്റ്, മാധവറാവ് സിന്ധ്യ,
രാജീവ് ഗാന്ധി, ഇവർ മൂന്നൊരു ടേബിളിലിരുന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ വി വർ വെരി കോൺഫിഡൻറ്റ് അബൌട്ട് എ ന്യൂ ഇന്ത്യ. ഇതേ ഒരു എന്താ പറയാനായിട്ട് ഒരു കണക്ട് ഇവരുടെ തന്നെ മക്കളായ രാഹുൽ ഗാന്ധിയിൽ നിന്നും സച്ചിൻ പൈലറ്റിൽ നിന്നും ജ്യോതിരാദിത്യ സിന്ധ്യയിൽ നിന്നും ഇന്ത്യ പ്രതീക്ഷിച്ചു, അല്ലെങ്കിൽ പാർട്ടി പ്രതീക്ഷിച്ചു. ആ ഒരു പ്രതീക്ഷ അതിലേക്ക് എത്താത്തത് കൊണ്ടാണോ അതൊരു വർക്കൗട്ട് ആവേണ്ട ഒരു ടീമായിരുന്നില്ലേ? അല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഇപ്പോൾ രാജേഷ് പൈലറ്റിനും മാധവറാവ് സിന്ധ്യയ്ക്കും അവരുടേതായിട്ടുള്ള ഒരു സ്റ്റാച്ചർ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ആ സ്റ്റാച്ചർ അവർക്ക് അച്ചീവ് ചെയ്യാനുള്ള ഫ്രീഡം കോൺഗ്രസ്സിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു അന്നത്തെ കാലത്ത്. ഓൾദോ ഇതിൻ്റെ ഒരു ഓവർ ആർച്ചിങ് ഫിഗറായിട്ട് രാജീവ് ഗാന്ധി അവിടെ നിൽക്കുന്ന സമയത്തും ഞാൻ പറഞ്ഞ ആ സെയിം ടൈപ്പ് ഓഫ് സ്വാതന്ത്ര്യം മറ്റ് രണ്ടാൾക്കാർക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ സച്ചിൻ പൈലറ്റിൻ്റെ ഇൻട്രാക്ഷൻസും ജ്യോതിരാദിത്യ സിന്ധ്യയുടെ ഇൻട്രാക്ഷൻസും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്പയർഡ് ആവും. ഇയാൾ കൊള്ളാമല്ലോ എന്നുള്ളൊരു ഫസ്റ്റ് ഇംപ്രഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മേ ബി ഇഫ് യു ഹാഡ് ഗിവൺ 10 years ടു സച്ചിൻ പൈലറ്റ്, 10 years ടു ജ്യോതിരാദിത്യ സിന്ധ്യ, അവരൊരു പക്ഷേ ഔട്ട് പെർഫോം ചെയ്യുമായിരുന്നു. ഞാൻ പറഞ്ഞത് ഒരു സെയിം മെത്തേഡിൽ നമ്മൾ പോകുമ്പോൾ, അതായത് ഇൻ ദ ലാസ്റ്റ് 20 years ഐ ഹാവ് നോട്ട് സീൻ എ ചേഞ്ച് ഇൻ രാഹുൽ ഗാന്ധി സിംപ്ലി. അതായത് ഇന്ന സാധനത്തിൽ രാഹുൽ ഗാന്ധി ഒരു വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് അദ്ദേഹത്തിനും കൊണ്ടുവന്നു, അദ്ദേഹം അത് ചെയ്തു എന്ന രീതിയിലേക്ക് കാണാൻ കഴിയുന്നില്ല. അതാണ് ഞാൻ പറയുന്നതിൻ്റെ ഏറ്റവും കോർ ക്രിറ്റിസിസം. പക്ഷേ ഞാൻ പറയുന്നത് നമ്മുടെ ഒരു സാഹചര്യത്തിൻ്റെ ഒരു സംഭവമുണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ പറയുന്ന നരേന്ദ്രമോദിയെ പോലെ വളരെ സീനിയറായ അല്ലെങ്കിൽ ഇത്രയും പവർഫുള്ളായ ഒരു പൊളിറ്റീഷ്യൻ്റെ അടുത്ത് ഇന്ത്യയുടെ മതേതരത്വത്തിന് വേണ്ടിയും അല്ലെങ്കിൽ നമ്മുടെ കീ കോൺസെപ്റ്റ്സിന് വേണ്ടി പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുന്നു എന്ന് പറയുന്നത് 20 years കൊടുത്തിരുന്നാലും 30 years കൊടുത്തിരുന്നാലും ഒരാൾ ഇപ്പോഴും ആ ഒരു വേർച്യു കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു ഭയങ്കര പ്രോസ്പെക്റ്റീവായിട്ടൊരു അല്ല. പക്ഷേ ഞാൻ പറയുന്നത് ദാറ്റ് ക്യാൻ ഹാപ്പൻ വിത്ത് എനിബഡി. ഇഫ് യു ഗിവ് 20 years ഐ വിൽ ഡു ദാറ്റ്. ഇപ്പം ഞാനൊരു പൊളിറ്റീഷ്യൻ അല്ല, എനിക്ക് 20 years ചിലപ്പോൾ വേണ്ടായിരിക്കും, ചിലപ്പോൾ ഐ വിൽ ടേക്ക് 25 years. ഞാൻ പറയുന്നത് നിങ്ങൾ ഇഫ് യു ഗിവ് ദം എ കണ്ടിന്യൂസ് റൺ അവർ എസ്റ്റാബ്ലിഷ് ചെയ്യും. ഞാൻ പറയുന്നത് ലുക്ക് അറ്റ് വാട്ട് അതർ പീപ്പിൾ ഹാവ് അച്ചീവ്ഡ് ഇൻ ദിസ് ടൈം. മമതാ ബാനർജി കോൺഗ്രസിൻ്റെ ഒരു അസറ്റ് ആയിരുന്ന ആളാണ് മമതാ ബാനർജി. ഒരു സിറ്റുവേഷൻ ഉണ്ടായി, ഷീ ഹാഡ് ടു ഗോ ഔട്ട്. ലുക്ക് വെയർ ഷീ ഈസ് ടുഡേ. ചെറിയ ഒരു കാലയളവിനുള്ളിൽ ദി അച്ചീവ്മെൻറ്റ് ദാറ്റ് ഷീ ഹാസ് മെയ്ഡ് വിത്ത് എ ന്യൂ പാർട്ടി ഇൻ ബംഗാൾ സ്പെക്ടാക്കുലർ. ലുക്ക് അറ്റ് അഖിലേഷ് യാദവ്, ഫാമിലി ബാക്കിങ്ങിൽ വന്നതാണ്, മുലായം സിംഗ് യാദവിൻ്റെ മകനായിട്ട് വന്നതാണ്. പക്ഷേ അദ്ദേഹം അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കഴിഞ്ഞ UP ഇലക്ഷൻ നമ്മൾ കണ്ടതാണ്. ഈ BJP ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കുമെന്ന് പറയുന്ന സ്ഥലത്ത് അവരെ തൂത്തുവാരി എറിഞ്ഞതാണ് അഖിലേഷ് യാദവ്. മറ്റുള്ള ആൾക്കാരെ നോക്കിയോ ഈ ഇത്തരം ഫാമിലി പൊളിറ്റിക്സ് ആയിട്ട് വന്നിരിക്കുന്നത്. ജസ്റ്റ് ലുക്ക് അറ്റ് വേർ അരവിന്ദ് കെജ്രിവാൾ ഈസ്. അരവിന്ദ് കെജ്രിവാളിൻ്റെ മൂവ്മെൻറ്റ് 2012 നമുക്ക് അരവിന്ദ് കെജ്രിവാളിനെ ഒരുപക്ഷെ അറിയില്ല. ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ വരുന്നു 2014 മുതൽ 10 വർഷം പീരീഡിൽ നോക്കുമ്പോൾ ഹീ ഈസ് ആക്ച്വലി റൂളിംഗ് 2 states എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു. ഇപ്പോൾ അവിടെ പോയി നാഷണൽ ലെവലിൽ വന്നു. അപ്പോൾ അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം ഹി വാസ് ഈവൻ ഡിസ്കസ്ഡ് ആസ് ഓർ ഡബ്ഡ് ആസ് ദി പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ്. ഇങ്ങനെ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പറയുന്ന കാര്യങ്ങൾ പ്രൊഫഷണൽസിനെ ഇൻക്ലൂഡ് ചെയ്യുന്നു, പല മേഖലകളിൽ നിന്നുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നു, ഇതെല്ലാം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഡൽഹി പിടിച്ചെടുത്തു. 15 years ഷീലാ ദീക്ഷിത് വാസ് നെവർ എ ബാഡ് CM, വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ഇന്ത്യ ആയിരുന്നു. എന്നിട്ട് അവരെ ടോപ്പിൽ ചെയ്യുന്നു. കോൺഗ്രസിനോട് സീറ്റില്ലാത്ത അവസ്ഥ വരുന്നു. പഞ്ചാബ് പോയി പിടിക്കുന്നു. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടി വന്ന സമയം വാസ് ലെസ് ദാൻ 10 years. അപ്പോൾ ഞാൻ പറഞ്ഞത് അവിടെയാണ് യു ഹാഡ് ദ പൊട്ടൻഷ്യൽ ഓഫ് എ പാൻ ഇന്ത്യ പാർട്ടി ഇൻ യുവർ ഹാൻഡ്സ്, എന്നിട്ട് എവ്രിബഡി അറ്റ് യുവർ ഡിസ്പോസൽ. അങ്ങനെ വരുന്ന സമയത്ത് പ്രൊപ്പോർഷനേറ്റ് അച്ചീവ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വുഡ് സേ നോ. ബട്ട് ദർ വാസ് എ സ്പേസ് ഫോർ ഇറ്റ്. ദാറ്റ്സ് വാട്ട് യു ബിലീവ് ഇൻ. കറക്റ്റ്. സോ കമ്മിങ് ബാക്ക് ടു വൺ മോർ തിങ്, നമ്മൾ സംസാരിച്ചു വന്നത് ഒരുപക്ഷെ കോൺഗ്രസ് നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ് ആണ്, ഞാനിപ്പോൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയാണ്. ഇങ്ങനൊരു സംഘടന ലൈക്ക് യു സെഡ് പല ഗുണങ്ങളും ദോഷങ്ങളും ഹെൽത്തി ക്രിറ്റിസിസം ഒക്കെ പറഞ്ഞതുപോലെ ഇങ്ങനൊരു സംഘടന കോൺഗ്രസിൻ്റെ ഒരു ലൈഫ് ലൈന് എത്രമാത്രം ഹെൽപ്ഫുൾ ആവണം. ഐ ഡോണ്ട് നോ ഹൗ യു മൈറ്റ് നോ വെരി ലിറ്റിൽ അബൌട്ട് AIPC, ബട്ട് ഫ്രം വാട്ട് എവർ യു ഹവ് ഹേർഡ് അബൌട്ട് ഇറ്റ്, വാട്ട് ഇസ് ദസ്റ്റ്? ഞാൻ കരുതുന്നത് അത് ഇറ്റ്സ് അബ്സല്യൂട്ട്ലി എസെൻഷ്യൽ ആൻഡ് വൈറ്റൽ. കാരണം നമ്മൾ പഴയ കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോട്ടി കപ്പട മക്കാൻ എന്നുള്ള സംഭവമായിരുന്നു പണ്ട്. ഇന്ന് ആസ്പിറേഷൻസ് ഉള്ള ഒരു ജനതയാണ്. ഇന്ന് നമ്മൾ നമ്മൾ സ്ട്രീറ്റിൽ പോയിട്ട് കാണുന്ന ഫസ്റ്റ് ടൈം വോട്ടേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ റോട്ടി കപ്പട മക്കാനല്ല അവരുടെ റിക്വയർമെൻറ്റ്. അവരുടെ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ക്വാളിറ്റി ഓഫ് ലൈഫ്. എന്തുകൊണ്ടാണ് ആൾക്കാർ വിദേശത്ത് പഠനത്തിന് പോകുന്നത്, പിന്നെ തിരിച്ചു വരാതെ ജോലി മേടിച്ചിട്ട് അവിടെ നിൽക്കുന്നത്, കുടുംബത്തിനെ അവിടെ കൊണ്ടുപോകുന്നത്, മേ ബി അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം അവർ സിറ്റിസൺഷിപ്പ് അവിടെ എടുത്ത് അവിടെ തന്നെ നിൽക്കാനായിട്ട് തീരുമാനിക്കുന്നത്? രാജ്യത്തിനോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ
ക്വാളിറ്റി ഓഫ് ലൈഫ് എന്നൊരു കാര്യമാണ്. ആൾക്കാർക്ക് നമ്മുടെ ലൈഫിനെ കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻ എന്താണോ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കാനായിട്ട് നിൽക്കുന്നത്, ഇങ്ങനെയുള്ള ആസ്പിറേഷൻസ് വളരെ കൂടുതലാണ്. ആ സമയത്താണ് ഇവരെല്ലാവരും പോകുന്നത്. നമ്മൾ ഈ പറയുന്ന ട്രഡീഷണൽ ജോബിനല്ല അവർ പോകുന്നത്. അവർ വെൽ പെയ്ഡ് ആയിട്ടുള്ള, കുറച്ചുകൂടി അവർക്ക് ഫ്രീഡം കിട്ടുന്ന, അവരെ റെസ്പെക്റ്റ് ചെയ്യുന്ന കൺട്രിയിലാണ് പോവുക. അപ്പോൾ ഞാനവിടെ ടാക്സ് കൊടുക്കുകയാണെങ്കിൽ ആ ടാക്സിനനുസരിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ഇൻസെൻറ്റീവ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെക്കാൾ കൂടുതൽ ഇൻസെൻറ്റീവ്സ് കിട്ടുന്ന മറ്റ് രാജ്യങ്ങളുണ്ട്. അവിടെ ഈ ജോബുകൾക്ക് ഡിമാൻഡും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് അവിടേക്ക് ആൾക്കാർ പോകുന്നു. നമ്മളതിനെ ബ്രെയിൻ ഡ്രെയിൻ അത് ഇതെന്നൊക്കെ പറയുമെങ്കിലും ദ മാർക്കറ്റ് ഈസ് സച്ച് ദാറ്റ് ഇവരെല്ലാവർക്കും ഉള്ള ഓപ്പർച്യൂണിറ്റി ഇവിടെയുണ്ട്. ഇതേ ആസ്പിറേഷൻസ് ഉള്ള ആൾക്കാർ ഇവിടെയുണ്ട്. നമ്മൾ ഒരു മേ ബി 30 വയസ്സിൽ അല്ലെങ്കിൽ 25 വയസ്സ് താഴെയുള്ള ആൾക്കാരോട് പൊളിറ്റിക്സ് ചോദിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും കാര്യമായിട്ട് പൊളിറ്റിക്സ് അറിയില്ല. BJP, കോൺഗ്രസ്, അത് ഇത് മറ്റേത് രാഹുൽ ഗാന്ധി, നരേന്ദ്രമോദിയൊക്കെ അറിയാം. പക്ഷേ ഐഡിയോളജി നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, പൊളിറ്റിക്കൽ സ്പെക്ട്രം മാപ്പ് ചെയ്യാൻ പറഞ്ഞാൽ ഒന്നും അറിയാത്ത ആൾക്കാരാണ് കൂടുതലും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുള്ളപ്പോൾ ഇവർക്ക് പക്ഷേ മറ്റു കാര്യങ്ങളിൽ അവർക്ക് അബ്സല്യൂട്ട് ക്ലാരിറ്റിയാണ്. യു ആസ്ക് ദം അബൌട്ട് ടെക്, ഗാഡ്ജറ്റ്സ്, മ്യൂസിക്, സിനിമ, കൾച്ചർ, ജോബ്സ്, ആർട്ട്, കോഴ്സസ്, പ്രൊഫഷണൽ കോഴ്സസ്, ഈ കാര്യത്തിനെല്ലാം പിന്നെ അവർക്ക് നമ്മളെ കാണുന്നിട്ട് അറിയാം. സ്പോർട്സ്, ഇതെല്ലാം നന്നായിട്ട് അറിയാം. എക്സാക്ട്ലി. അപ്പോൾ ഇവരുടെ ആ ഒരു ഔട്ട്ലുക്ക് ഡിഫറെൻ്റാണ്. ഇവർക്ക് താല്പര്യമുള്ള ജോലികൾ വേറെയാണ്. ഇവിടെ നിന്ന് എനിക്ക് ശമ്പളം കിട്ടി, ആ ശമ്പളം കിട്ടുന്നത് കൊണ്ട് ഞാൻ എൻ്റെ കഞ്ഞി കുടിച്ചു പോകുന്നു, 10 രൂപ നീക്കിയിരിപ്പുണ്ട്, ഇതല്ല ആൾക്കാരുടെ ആസ്പിറേഷൻ. ആസ്പിറേഷൻ ഹാസ് ചേഞ്ച്. പണ്ടുണ്ടായിരുന്ന കർഷകരുടെ എന്ന് പറയുന്നത്, എന്ന് വെച്ചാൽ വർക്ക് ചെയ്യുന്ന കർഷകരുടെ, നോട്ട് ഫാമേഴ്സ്, പക്ഷേ പെസൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ, അവരുടെ ഒരു ആസ്പിറേഷൻസ് അല്ല ഇന്നത്തേത്. എന്ന് വെച്ചാൽ പല ടൈപ്പിലുള്ള ഡൈവേഴ്സിഫിക്കേഷൻ അവിടെ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് പൊളിറ്റിക്സ് കൊണ്ടുവരിക, അവർ രാജ്യത്തിനെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് വരിക, അവർക്ക് എന്താണ് സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്, അതിനൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് എ ബെസ്റ്റ്. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഒരു ഗുണം, APC പോലുള്ള സംഘടനകളുടെ ഗുണം, ഇങ്ങനെ പല ഫീൽഡുകളിൽ നിന്നുള്ള പ്രൊഫഷണൽസിന് അവരുടെ ഇഷ്യൂസ് പറയാൻ, അവർക്ക് ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാം, അവർക്ക് പൊളിറ്റിക്സ്, ഈവൻ ഇൻ പോളിസി മേക്കിംഗ്. അതായത് നമുക്ക് ഹെൽത്ത് പോളിസിയെ പറ്റി നമുക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ട് ഒരു പക്ഷേ കഴിയുന്നത് ഇത്തരത്തിലുള്ള പ്രൊഫഷണൽസിനാണ്. IT പോളിസി, ഇപ്പോൾ നമുക്ക് മേക്ക് ഇൻ ഇന്ത്യ ഉണ്ട്. മേക്ക് ഇൻ ഇന്ത്യയുടെ ഗുണങ്ങൾ, ദോഷങ്ങൾ, ഈ സാധനത്തിനെ പറ്റി നമുക്കൊരു ട്രഡീഷണൽ പൊളിറ്റീഷ്യനോട് സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് പ്രൊഫഷണൽസിനോടാണ്. ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള ആൾക്കാർക്ക് പോളിസി മേക്കിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുവരികയും അവരെ ഒരു അസറ്റായിട്ട് അവിടെ വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഐ ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി എസെൻഷ്യൽ ആൻഡ് വൈറ്റൽ ഫോർ എനി ഓർഗനൈസേഷൻ. സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ള പാർട്ടികൾക്കും ഉണ്ടാകുന്നതാണ്. കാരണം ഇറ്റ് ഹാസ് ടു ഇൻഫ്ലുവൻസ് പോളിസി മേക്കിംഗ്. ആ പോളിസി മേക്കിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇവിടെയും ആസ്പിറേഷനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുകയും ആൾക്കാരിവിടെ നിൽക്കുകയും ചെയ്യുന്നുള്ളൂ. അല്ലാതെ നമ്മൾ ഈ 60 വയസ്സ് കഴിഞ്ഞ് 70 വയസ്സ് കഴിഞ്ഞ് പൊളിറ്റീഷ്യൻസ് വന്നിട്ട് ഇവിടെ നിൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആരും നിൽക്കാൻ പോകുന്നില്ല. പകരം ഇവിടെയുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് പറയണം, വി ഹാവ് ക്രിയേറ്റഡ് ദിസ് ഓപ്പർച്യൂണിറ്റി, വി ഹാവ് ചേഞ്ച് ദിസ് പോളിസി, നിങ്ങളിവിടെ വരൂ, ഇവിടെ നിൽക്കൂ, ഞങ്ങൾ ഇൻസെൻറ്റിവൈസ് ചെയ്യാം എന്ന് പറയാനായിട്ട് നമുക്ക് കഴിയണം. അതിന് ഇത് ഹെൽപ്പ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ ഒരു വലിയൊരു സംഭവം ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, പണ്ട് രാഷ്ട്രീയം ഒരു ഉപജീവന മാർഗ്ഗമായിരുന്നു പൊളിറ്റീഷ്യൻസിന്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. നമുക്കൊരു ജോലി വേണമെന്നുള്ള റിയാലിറ്റിയിലേക്ക് ആ ഒരു ചേഞ്ച് ചെയ്ത് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അബ്സല്യൂട്ട്ലി. അതെ, എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്നത് വെച്ചാൽ ഈ ആസ്പിറൻസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെക്കാൾ കൂടുതൽ എലക്റ്റഡ് റോൾസിൽ നിൽക്കുന്ന ആൾക്കാർ ഇത് പറയുന്ന സമയത്ത് എനിക്കത് അങ്ങ് ബോധിക്കും. മാത്യു കുഴൽനാടൻ ഈ അടുത്തിടെ ജോലിയുടെ മഹത്വത്തിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിനെ ക്രിട്ടിസൈസ് ചെയ്യണം, അദ്ദേഹത്തിൻ്റെ ജോലി, അദ്ദേഹം കേസുകൾ തോറ്റ കാര്യം. അവിടെ അദ്ദേഹം പറയുന്നത്, ഇതിൽ നിന്നല്ല എൻ്റെ വരുമാന മാർഗം, എൻ്റെ വരുമാന മാർഗം പൊളിറ്റിക്സ് അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൗഹൃദമായിട്ട് നോക്കി ഇങ്ങനെ ഈ ട്രാൻസ്പെറൻറ്റ് പോക്കറ്റിനുള്ളിൽ ഒരു 500 രൂപ നോട്ട് ഉണ്ടെങ്കിൽ ആ ഗാന്ധിത്തല അടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന പഴയൊരു ക്രീം ഓഫ് പൊളിറ്റീഷ്യൻസ്. ഈ പൊളിറ്റീഷ്യൻസ് അല്ല, അതിലല്ല ഞാൻ, ഐ ഡോണ്ട് ബിലോങ് ദെയർ. പകരം ഞാൻ അധ്വാനിച്ച് എൻ്റെ മാർഗം കണ്ടെത്തുന്നു, എനിക്ക് ഇതിനകത്തിൽ നിന്ന് പൈസ ഉണ്ടാക്കാനല്ല, ഞാൻ എന്തോ പകരം കോൺട്രിബ്യൂട്ട് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. സർവീസാണ്. അങ്ങനെ മാത്യു കുഴൽനാടൻ പറയുന്ന സമയത്ത് ഹീ സ്റ്റാൻഡ്സ് ആസ് ആൻ എക്സാമ്പിൾ, ആസ് എൻ എക്സംപ്ലറി മോഡൽ. എന്നിട്ട് ആൾക്കാരോട് പറയുന്നതാണ്, ഇന്നത്തെ പൊളിറ്റീഷ്യൻസ് മാറിയിട്ടുണ്ട്. ഞങ്ങൾ ജോലി ചെയ്യുകയാണ്, ഞങ്ങൾ സമ്പാദിക്കുകയാണ്, എനിക്ക് ഇതിൽ നിന്നൊന്നും കൊണ്ടുപോകണ്ട, എൻ്റെ കുടുംബത്തെ പൈസ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് വേറെ, അത് വെച്ചാണ് ഞാൻ കഴിയുന്നത്. അത് വലിയൊരു സംഭവമാണ്. നമ്മൾ സത്യത്തിൽ പല ആൾക്കാരെ പറ്റി അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇന്നും കേരളത്തിൽ, ഞാൻ ആരുടെ പേര് പറയുന്നില്ല, പക്ഷേ പല ആൾക്കാർക്ക് ഒരു തരത്തിലുള്ള ഉപജീവന മാർഗ്ഗവും ഇല്ലാത്ത ആൾക്കാർക്ക് ദേ ആർ സൂപ്പർ ഫിൽത്തി റിച്ച്. എങ്ങനെയാണ് എവിടുത്തെ പൈസ ഇതിൽ പല ആൾക്കാർക്ക് അധികാരവും ഉണ്ടായിട്ടില്ല.
അധികാരത്തിലിരിക്കാതെ അവരുടെ പാർട്ടി ഒരുപക്ഷെ ഭരിക്കാതെ കീ പൊസിഷൻസിൽ ഇരിക്കാതെ പൈസ ഉണ്ടാക്കിയിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിനെ ഒരു മണി മിൻറ്റ് ചെയ്യാനുള്ള ഒരു സാധനമായിട്ട് കൺവെൻഷനലി ഉപയോഗിക്കുമ്പോൾ മാത്യു കുഴൽനാടനെ പോലുള്ള ആൾക്കാർ വന്നതിന് ശേഷം പൈസ ഉണ്ടാക്കാനല്ല, എൻ്റെ തൊഴിലിന് മഹത്വമുണ്ട്, ഞാൻ ഒരു ലോയറാണ്, ചില കേസുകൾ ഞാൻ ജയിക്കും, ചിലത് തോക്കും, അതെൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമാണ്, അതിൻ്റെ പേരിൽ എന്നെ ആരും പറയണ്ട, അത് നീയൊക്കെ എന്നെ കുറ്റം പറഞ്ഞ് നീയൊക്കെ ജോലി ചെയ്യാതെ പൈസ ഉണ്ടാക്കിയിരിക്കുന്നതാണ്, തൊഴിലിൻ്റെ മഹത്വം നിനക്കറിയില്ല എന്ന് പറയുമ്പോൾ ഞാനത് കാണുന്നൊരു വലിയ കാവ്യനീതിയുണ്ട് ദീപു. അതെന്താണെന്നറിയോ? അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ പാർട്ടിയുടെ ഭാഗത്തു നിന്നാണ് തൊഴിലിനെ അപകീർത്തിപ്പെടുത്തുന്നത്. അങ്ങനെ ഒരു സംഭവം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യമാണ്. അങ്ങനെയുള്ള ആൾക്കാരോട് നീ അവിടെ ഇരിക്കെ, തൊഴിലിൻ്റെ മഹത്വം ഞാൻ നിന്നെ പഠിപ്പിക്കാം എന്നൊരു കോൺഗ്രസ്സുകാരൻ പറയുന്ന സമയത്ത് ഹാറ്റ്സ് ഓഫ്. ഞാനത് സോഷ്യൽ മീഡിയയിൽ അത് ഷെയർ ചെയ്തെന്ന് തോന്നുന്നു. അബ്സല്യൂട്ട്ലി അതൊരു ഗ്രേറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആൻഡ് ഇറ്റ് വാസ് ട്യൂട്ടറിങ്, ഐ വുഡ് സേ. ശ്രീജിത്തിന് ഞാൻ ഈ ഒരു ഇൻ്റർവ്യൂയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു പോഡ്കാസ്റ്റ് വരുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് പോലെയല്ല നമ്മൾ തമ്മിൽ സംസാരിച്ച്. കാരണം നമ്മൾ സാധാരണ ശ്രീജിത്തിന് ഇൻ്റർവ്യൂ ചെയ്യേണ്ട ഭയങ്കര ഹീറ്റഡ് ആയിട്ട് ഡിബേറ്റ് ഡിസ്കഷൻ ചെയ്ത് ഇറ്റ് വാസ് എ വെരി കൺവിൻസിങ് ടോക്ക്. അപ്പം ഞാൻ പറയുന്നത് ഇത് തന്നെയാണ് AAPC അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരൻ്റെ നറേറ്റീവ്. വി ഷുഡ് സ്റ്റാർട്ട് ഡിസ്കസിങ് പൊളിറ്റിക്സ് ലൈക്ക് ദിസ് വിച്ച് ഇസ് വെരി ക്രിയേറ്റീവ് ക്രിറ്റിസിസം. ആൻഡ് അതിന് നിങ്ങളെക്കാളും നല്ലൊരു ഞാൻ പറഞ്ഞില്ല, കോൺഗ്രസ്സുകാരനിൽ ആദ്യം വരുന്ന കോൺഗ്രസ്സുകാരനല്ലാത്തൊരു പൊളിറ്റിക്കൽ അനലിസ്റ്റാണ്. ഇറ്റ് വാസ് എ വണ്ടർഫുൾ ടോക്ക്. താങ്ക് യു സോ മച്ച് ശ്രീജിത്ത്. Thank you so much for having me. I enjoyed it as much as you enjoyed it. Thank you so much. Thank you so much.